നമസ്കാരം മക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകണം. ഇന്ന് ഒരു ഒറ്റ മണിക്കൂറിന് വീഡിയോ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് ടോട്ടൽ ഇൻ്റർണൽ റിഫ്ലക്ഷനും പ്രിസത്തിൻ്റെ കേസൊക്കെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഇൻ്റർണൽ റിഫ്ലക്ഷൻ ബോത്ത് CBSE പോയിൻ്റ് ഓഫ് വ്യൂവിലും നീറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിറച്ച് ന്യൂമറിക്കൽ സെക്ഷൻസാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഈ ഭാഗത്തു നിന്ന് വരാറ്. അപ്പോൾ ടോട്ടൽ ഇൻ്റർണൽ റിഫ്ലക്ഷൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന ടേം ക്രിട്ടിക്കൽ ആംഗിൾ എന്നുള്ളതാണ്. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് റിലേറ്റഡ് ടു എ ടോട്ടൽ ഇൻ്റർണൽ റിഫ്ലക്ഷൻ ആണ് ഞാനിന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു സർഫസ് ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. അതിൻ്റെ നോർമൽ ഞാനിങ്ങനെ വരച്ചു, റൈറ്റ്. അപ്പോൾ സപ്പോസ് ഡെൻസ് ഇവിടെയും ഇവിടെ റെയറാക്കാം. ഇവിടെ കൊളായി ഒന്നുകൂടെ എഴുതട്ടെ. നമുക്കവിടെ ലെറ്റ്സ് സേ we are going to write there rarer medium, and below let's say it is denser medium, and the light is coming from denser to rarer, so and with an angle of incidence I, so it undergoes a refraction away from the normal, right. ഇനി സപ്പോസ് ഞാൻ നെക്സ്റ്റ് കണ്ടീഷനിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒന്ന് ചെറുപ്പം കൂട്ടുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടും അല്ലേ. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഒന്ന് കൂടിയെന്ന് തന്നെ ഇരിക്കട്ടെ കേട്ടോ. കുറച്ചും കൂടി ചരിച്ച് വരയ്ക്കാം. ഹെവി ഫ്രം ദി നോർമലായിട്ട് അല്ലേ, റൈറ്റ്. ഇനി നെക്സ്റ്റ് കണ്ടീഷനിൽ ഇതേമാതിരി കേട്ടോ ഞാൻ ഇനിയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുക, എന്നിട്ട് പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ വരയ്ക്കുക എങ്ങനെയായിരിക്കും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഉണ്ടാവുകയെന്ന്, റൈറ്റ്. At this condition the refraction happens such a way that refracted rays will be grazing the surface. ഒന്ന് ജസ്റ്റ് ഗ്രേസ് ചെയ്ത് പോകും. അതായത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇപ്പോൾ 90 ഡിഗ്രി ആയിട്ടാണ് ഇരിക്കുന്നത്. ക്ലിയർ ആവുണ്ടല്ലോ. അപ്പോൾ അത് വളരെ പ്രാധാന്യമുണ്ട് അല്ലേ. അപ്പോൾ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ദിസ് R is equal to, or angle of refraction is becoming 90 degree, and this refracted ray is just grazing on the surface. This angle of incidence is called critical angle. It is written as IC or just C. Clear? Right. ചിലപ്പോൾ ഈ വീഡിയോയിൽ ബഹളങ്ങൾ കേൾക്കാൻ ഉണ്ടാക്കുന്ന ശബ്ദം. ഇനി ഈ ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്നുള്ള സെക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് കണ്ടീഷനിൽ ഒരു ഡയഗ്രാം കൂടി ഞാൻ പറഞ്ഞുതരും. ഇപ്പോൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിൾ ഈക്വൽ ആവുന്ന കേസല്ലേ പറഞ്ഞുള്ളൂ. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായി എന്ന് വിചാരിക്കുക, റൈറ്റ്. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഇനി നിങ്ങൾ ആലോചിക്കുക, ഗ്രേസിങ് കഴിഞ്ഞില്ലേ, ഇനി എന്ത് ചെയ്യാനതിന് വഴിയുള്ളൂ? ഇനി അതിന് എന്ത് ചെയ്യുമോ, തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകാനേ ചാൻസ് ഉള്ളൂ. സോ ദാറ്റ് നൗ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വിൽ ബി സെയിം, റൈറ്റ്. ഈ പ്രക്രിയ ദർ ഇസ് നോൺ ആസ് 100% റിഫ്ലക്ഷൻ ചെയ്യുന്ന ഈ പ്രക്രിയനെയാണ് നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, റൈറ്റ്. ഏറ്റവും കൂടുതൽ നമ്മൾ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്, റൈറ്റ്. സോ വെൻ ദ ആംഗിൾ ഓഫ് I, right, is greater than critical angle, what happens is known as total internal reflection. അപ്പോൾ 3 കണ്ടീഷൻസ് ആയിട്ട് നമുക്കൊന്ന് എഴുതിയാലോ. when I is lesser than C, the refraction occurs, right, bending of light, right. എന്നാൽ when I is equal to C, റൈറ്റ്, ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, ജസ്റ്റ് ഗ്രേസ് ചെയ്ത് പോകും, റൈറ്റ്. ഗ്രേസ് ചെയ്ത് പോകുന്ന, റൈറ്റ്, ആ സമയത്ത് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്താണെന്ന് എഴുതിയിരിക്കണേ, R is equal to 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആവുണ്ടോ, റൈറ്റ്. ഇനി അടുത്ത കണ്ടീഷനിൽ ഇഫ് I ഈസ് വെരി ഗ്രേറ്റ്, വെരി അല്ല, ജസ്റ്റ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരുന്നു വിചാരിക്കാം. സോ ദർ വിൽ ബി ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ക്ലിയർ. അപ്പോൾ റിഫ്രാക്ഷനും റിഫ്ലക്ഷനും ഒക്കെ ഏതാണ്ട് ഒരുമിച്ച് പോകുന്ന സംഭവമാണെന്ന് ആലോചിക്കണം. ക്ലിയർ. അപ്പോൾ ഒരു ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അറ്റ് എ ടൈം ഒരേ ടൈം റിഫ്രാക്ഷനും നടക്കാം റിഫ്ലക്ഷനും നടക്കാം. ക്ലിയർ ആവുണ്ടല്ലോ, റൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ, റൈറ്റ്. ഇത് ചെറിയ ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ നോട്ടായിട്ട് എഴുതുമ്പോൾ ചെറിയൊരു പെട്ടിയിലൊക്കെ ആയിട്ട് ഇത് എഴുതാം. ക്ലിയർ, റൈറ്റ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കാനുള്ളത് ഇതിൻ്റെ ഇക്വേഷനാണ്, റൈറ്റ്. അപ്പോൾ നമ്മളൊരു ഡയറർ ഡെൻസർ മീഡിയം എടുക്കുകയാണ്. ഇത് നോർമൽ റേ ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ട്. ഒന്ന് നേരെ വരയ്ക്കട്ടെ. ഇങ്ങനെ ഇൻസിഡൻ്റ് ആവുകയാണ്. സോ ദാറ്റ് ദിസ് ഇസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, റൈറ്റ്. അപ്പോൾ ജസ്റ്റ് സപ്പോസ് ക്രിട്ടിക്കൽ ആംഗിൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്രാക്റ്റഡ് റേ എങ്ങനെ ആയിരിക്കും, സ്ട്രേറ്റ് ചെയ്ത് ഗ്രേസ് ചെയ്ത് പോകും അല്ലേ. സോ ദാറ്റ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് 90 ഡിഗ്രി. ക്ലിയർ, റൈറ്റ്. നൗ നമുക്ക് ഈ റെയർ മീഡിയം ആൻഡ് ഡെൻസർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 N2 ആണെന്ന് വിചാരിക്കുക. സ്നെൽസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക, N1, റൈറ്റ്, സൈൻ R, റൈറ്റ്, ഇസ് ഈക്വൽ ടു N2 സൈൻ I. എഴുതി കൂടെ,
ഇതെങ്ങനെ എഴുതണ്ടേന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ഇതിനനുസരിച്ച് ജസ്റ്റ് റൈറ്റ് ഡൗൺ, ഡോണ്ട് ലുക്ക് അറ്റ് ദ വീഡിയോ, ട്രൈ ടു റൈറ്റ് ബൈ ഇറ്റ് സെൽഫ്. ഈ സൈൻ ഐ എന്തായെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ അച്ചീവ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഞാൻ സൈൻ ഐ സി എന്നോ അല്ലെങ്കിൽ സൈൻ സി എന്ന് എഴുതിക്കാം. റൈറ്റ്, ക്ലിയർ. ഇനി N1 ഇൻറ്റു സൈൻ ആർ എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ 90 ഡിഗ്രി ആയില്ലേ അല്ലേ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി അല്ലേ, അപ്പോൾ സൈൻ 90 ഡിഗ്രി. റൈറ്റ്, ഇനി സൈൻ 90 ഡിഗ്രി 1 ആണെന്ന് അറിയാലോ. സോ N1 ഇസ് ഈക്വൽ ടു N2 സൈൻ സി. റൈറ്റ്, സോ എനിക്ക് എങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതാം, N1 ബൈ N2 ഇസ് ഈക്വൽ ടു സൈൻ സി. റൈറ്റ്, ഇതൊരു ഡബ്ബയിലാക്കി വെക്കുക കേട്ടോ. ഈ N1 എന്ന് പറയുന്നത് എയർ ആയിരുന്നു അല്ലേ, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെസ്സർ മീഡിയം ഓർ റെയറർ മീഡിയം ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം. ഇങ്ങനെയും പഠിക്കാം. ഇനി പ്രോബ്ലംസിൽ വരുമ്പോൾ എളുപ്പ വഴി എന്താ അറിയോ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെസ് റെയറും ഡെൻസും നിങ്ങൾക്ക് അറിയില്ലല്ലോ. ലെസ്സർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മുകളിൽ എഴുതാം. റൈറ്റ്, ലെസ്സർ വാല്യൂ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മുകളിൽ എഴുതാം. താഴെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് ഹയർ വാല്യൂ, ഗ്രേറ്റർ വാല്യൂ താഴെ എഴുതാം. ഇതാണ് ഏറ്റവും എളുപ്പ വഴി, കേട്ടല്ലോ. റൈറ്റ്, അപ്പോൾ എപ്പോഴും ഈ N1 ബൈ N2 സൈൻ സി ആണെന്ന് വിചാരിക്കാം. ഇനി N1 എയർ ആണെന്ന് വിചാരിച്ചോ. N1 എയർ ആയിക്കഴിഞ്ഞാൽ എന്താവും, N1 സ്ഥലത്ത് 1 എഴുതണം അല്ലേ. 1 ഡിവൈഡഡ് ബൈ N2 എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം അല്ലേ, അത് N എന്ന് എഴുതിക്കുക. 1 ബൈ N ഇസ് ഈക്വൽ ടു സൈൻ സി എന്ന് എഴുതും. ഇങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുക്കുന്നത്, ക്രിട്ടിക്കൽ ആംഗിളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും. പക്ഷേ എനിക്കതിൽ വലിയ വിശ്വാസമില്ല. അപ്പോൾ 2 മീഡിയം വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അതുകൊണ്ട് കാര്യമില്ല. സോ ബൈ ഹാർട്ട് ബൈ N1 ബൈ N2 ഇസ് ഈക്വൽ ടു സൈൻ സി ഇൻ ദ കേസ് ഓഫ് യുവർ നീറ്റ്. ക്ലിയർ. വാട്ടറും മുകളിൽ എയറും ആണെന്ന് വിചാരിക്കുക. ഡെൻസർ മീഡിയം വാട്ടറും റെയറർ മീഡിയം എയറും ആണെങ്കിൽ ഇൻ ദ അബോവ് ഇക്വേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ എഴുതിയ ഇക്വേഷൻ നിങ്ങൾ എങ്ങനെ എഴുതും, 1 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു സൈൻ സി എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, ക്ലിയർ. റൈറ്റ്, ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ എന്തിലേക്ക് പോകണ്ടേ, ഒരു പ്രോബ്ലം ചെയ്യാം കേട്ടോ. ഇത് അഗെയിൻ ഇത് ബോർഡിലും നീറ്റിലും ചോദിക്കുന്നതാണ്. ഇതൊരു ഗ്ലാസ് ആണെന്ന് വിചാരിക്കും കേട്ടോ. ഗ്ലാസ് സർഫസേ ഇങ്ങനെ ഒരു ഓഡ് ഷേപ്പിലാണെന്ന് വിചാരിക്കും, ഒരു ക്വാർട്ടർ ഷേപ്പിലാണെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ ഒരു ഇൻസിഡൻസിൻ്റെ ഒരു ലൈറ്റ് റേ മാത്രമേ കാണിച്ചു തരുള്ളൂ. എന്നിട്ട് യു വിൽ ബി ഗിവൺ സം പാരാമീറ്റേഴ്സ്. എന്നിട്ട് യു വിൽ ബി ആസ്ഡ് ആ ഇൻസിഡൻറ്റ് ആയിട്ടുള്ള ലൈറ്റ് റേ എങ്ങനെയായിരിക്കും ട്രാവൽ ചെയ്യാൻ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇൻസിഡൻറ്റ്. അതിൻ്റെ ആംഗിൾ 58 ഡിഗ്രിയാണ്. അതായത് 58 ഡിഗ്രിയിലാണ് ഈ ഇൻസിഡൻറ്റ് റേ നോർമലിൽ വന്നിട്ട് അടിച്ചിട്ടുള്ളത്. നോർമൽ നല്ല സർഫസിൽ വന്നിട്ട് അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ സർഫസിൽ നമുക്ക് നോർമലും വരച്ചിട്ടുണ്ട്. ക്ലിയർ ആയിൻ്റെ. അപ്പോൾ നമുക്ക് ഇത് എന്നിട്ട് നിങ്ങളോട് പറയാൻ എൻ്റെ ഭാഗത്ത് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഒരു പാരാമീറ്ററും കൂടി അവർ തരണം. ദാറ്റ് ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ ആംഗിൾ. Right, suppose a critical angle is given as 48 ഡിഗ്രി. 48 ഡിഗ്രിയാണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. അത്ര തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയും വന്നിട്ടുള്ളത് 58 ഡിഗ്രി. 58 ഡിഗ്രി 48 ഡിഗ്രിയേക്കാൾ കൂടുതലല്ലടോ. അപ്പോൾ വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, വാട്ട് ഹാപ്പൻസ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അല്ലേ. ക്ലിയർ ആവണ്ട. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പാത്ത് വരയ്ക്കാൻ പറ്റുന്നതാണ്. 58 ഡിഗ്രി അല്ല തന്നെ വിചാരിക്കും. നിങ്ങൾക്ക് ഈ പടം വരച്ചിട്ടേ ഇപ്പുറത്തെ ആംഗിൾ 32 ഡിഗ്രിയും തന്നിട്ടുണ്ടെങ്കിൽ കോമൺ സെൻസ് വെച്ചിട്ട് ഇത് മനസ്സിലാക്കണം. 32 ഡിഗ്രി അല്ല ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതാണ് ഇൻസിഡൻസ് ആംഗിൾ. അതിന് നമ്മൾ 58 ഡിഗ്രി എന്ന് എഴുതാം. എങ്ങനെയും ചോദിക്കാട്ടോ, സ്ട്രേറ്റ് ആയിട്ട് ചോദിക്കണമെന്നില്ല. ക്ലിയർ. ഇനി ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരിക്കണ്ടേ. അപ്പോൾ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ആംഗിളും എന്തായിരിക്കണം വേണ്ടേ, 58 ഡിഗ്രി തന്നെ ആയിരിക്കണം അല്ലേ. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണേ. ഇനി അപ്പോൾ രണ്ടാമത്തെ സർഫസിൽ വന്ന് ഇൻസിഡൻ്റ് ആയിട്ടുണ്ടല്ലേ. അപ്പോൾ രണ്ടാമത്തെ സർഫസിൽ ഇൻസിഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും, 90 ഡിഗ്രി അല്ലേ. ഇത് പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽസ്. അപ്പോൾ 90 ഡിഗ്രി 58 ഡിഗ്രി, അപ്പോൾ ഇതെന്തായിരിക്കും 32 ഡിഗ്രി. റൈറ്റ്, ക്ലിയർ. അപ്പോൾ സെക്കൻഡ് സർഫസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തായി, 32 ഡിഗ്രി ആയി. ഇനി പിന്നെയും ചെക്ക് ചെയ്യാടോ, മെറ്റീരിയലിലെ ക്രിട്ടിക്കൽ ആംഗിൾ, ഈ മെറ്റീരിയൽ ഗ്ലാസ് മെറ്റീരിയൽ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെന്ന്, അല്ലെങ്കിൽ ഗ്രേസിങ് അറ്റ്ലീസ്റ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ 48 ഡിഗ്രിയിലായിരിക്കണം ഇൻസിഡൻ്റ് ആയിട്ടുണ്ടാവട്ടെ അല്ല മിനിമം. എന്നാൽ ഇവിടെ 32 ഡിഗ്രി 48 ഡിഗ്രിയേക്കാളും കുറവാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് മൂവിങ് ഫ്രം എ ഡെൻസർ ടു റെയറർ മീഡിയം, റൈറ്റ്, ഇറ്റ് മൂവ്സ് അവേ ഫ്രം ദ നോർമൽ. കണ്ടോ സുഖം. ഞാൻ വരച്ചപ്പോൾ സ്ട്രേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചരിച്ച് വരയ്ക്കണം കേട്ടല്ലോ. അതായത് ബേസിലേക്ക് ചരിച്ചിട്ട് വരയ്ക്കണം. ബെൻഡിങ് അവേ ഫ്രം ദ നോർമൽ. ഇപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ നമുക്ക് 31 വേണ്ട കേട്ടോ. 31 ആയാലും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. 32 ഡിഗ്രി വ്യത്യാസം പോട്ടെ.
32 ഡിഗ്രിയാണെന്ന് വിചാരിക്കാം. ജസ്റ്റ് ക്രിട്ടിക്കൽ ആംഗിൾ അച്ചീവ് ചെയ്തു അല്ലേ. അപ്പോൾ ആ റേ മാച്ചിട്ട് എങ്ങനെ വേണം വരയ്ക്കാൻ? When the incident ray is equal to critical angle, the refracted ray just grazes the surface. അതായത് സർഫസിനെ ഗ്രേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ വരയ്ക്കാൻ. കിട്ടിയോ? എല്ലാം കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. റൈറ്റ്? അപ്പോൾ പോയ വഴി കണ്ടല്ലോ. ഇനി ഇതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് വേറെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമ്മൾ ആളെ മാറ്റിയിട്ട് പ്രിസത്തിനാക്കി. എന്നിട്ട് നിങ്ങൾക്ക് ആംഗിൾസ് തന്നിട്ടുണ്ട്. ഇത് 45 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. മുകളിൽ 45 ഡിഗ്രി, താഴെ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് 90 ഡിഗ്രി. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈറ്റ് റേ തന്നിട്ട് പറയാണ് ഇതിൻ്റെ പാത്ത് വരയ്ക്കണം. റൈറ്റ്? അപ്പോൾ 90 ഡിഗ്രിയിലാണ് ഇൻസിഡൻസ് ആവണ ഒരു സർഫസ് എങ്കിൽ കോമൺ സെൻസിൽ ഞാനത് പല പ്രാവശ്യം ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് 90 ഡിഗ്രി ഇറ്റ് ജസ്റ്റ് പാസസ്. അപ്പോൾ ജസ്റ്റ് പാസ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇനിയുള്ള സർഫസ് വെച്ചിട്ട് പണിയുണ്ട് അല്ലേ. പക്ഷേ ഞാൻ പ്രിസത്തിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ തന്നാൽ 42 ഡിഗ്രിയാണെന്ന് വിചാരിക്കട്ടെ, വെറുതെ പറഞ്ഞ കേട്ടോ. അപ്പോൾ 42 ഡിഗ്രി ആവണോ നോക്കണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. എങ്ങനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടുപിടിക്കും? നോർമൽ വരയ്ക്കാം. നോർമൽ വരച്ചു അല്ലേ, കഴിഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെ ആംഗിൾ റിഫ്ലക്ഷൻ കണ്ടുപിടിക്കാം? നോക്കിയേ, എവിടെയെങ്കിലും 90 ഡിഗ്രി കണ്ട? 90 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരുന്നു? 45 ഡിഗ്രി. ഇനി അത് 45 ഡിഗ്രി ആണെങ്കിൽ നോർമൽ മേക്സ് 90 ഡിഗ്രി റൈറ്റ് അല്ലേ. ഇത് 90 ഡിഗ്രി അല്ലേ, അത് 90 ഡിഗ്രി ആണെങ്കിൽ അപ്പുറം 45 ആണെങ്കിൽ ഇപ്പുറം 45 ആയിരിക്കണം അല്ലേ. മഞ്ഞ കാണുന്നില്ല എന്ന് തോന്നുന്നു, വേറെ കളർ എടുത്താലോ. 45 ഡിഗ്രി റൈറ്റ്. അപ്പോൾ രണ്ടാമത്തെ സർഫസിൽ പ്രസത്തിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയായി? 45 ഡിഗ്രി ആയാ. ഈ ചെക്ക് ഈ 45 ഡിഗ്രി ഇസ് ഇറ്റ് ഗ്രേറ്റർ ദാൻ 42 ഡിഗ്രി? ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 40 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എന്താവും? ഇറ്റ് വിൽ ബി 45 ഡിഗ്രിയിൽ തന്നെ റിഫ്ലക്റ്റ് ആവും. ക്ലിയർ? അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് നേരെ, ഒന്നും സ്ട്രെയിറ്റ് ആണ് ഉദ്ദേശിച്ചത്, നേരെ വന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് പുറത്തേക്ക് വരും. ക്ലിയർ ആയാ? റൈറ്റ്? റൈറ്റ്? ക്ലിയർ? സിമ്പിളല്ലേ? ഇനി വേറെ ക്വസ്റ്റ്യൻ തരട്ടെ. ക്വസ്റ്റ്യൻ കുറച്ച് ചേഞ്ച് കറെങ്കിൽ റൈറ്റ്. ഇതേമാതിരി ഒരു പ്രിസമാണ് തന്നിട്ടുള്ളത്. സപ്പോസ് ഇറ്റ് ഇസ് എ ഇക്വലേറ്റർ പ്രിസം. ഇക്വലേറ്റർ പ്രിസത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കാം. എന്നിട്ട് ഇതേമാതിരി നിങ്ങൾക്ക് 90 ഡിഗ്രിയിൽ ഇൻസിഡൻസ് ആയിട്ടുണ്ട് ഒരു സൈഡിൽ. അപ്പോൾ സ്ട്രൈറ്റിന് ഞാൻ വരയ്ക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ വരയ്ക്കാവുന്നതുള്ളൂ. ഇനി നിങ്ങളോട് പറഞ്ഞത് ഗ്രേസ് ചെയ്ത് പുറത്തേക്ക് പോയി എന്നും പറയുന്നുണ്ട്. റൈറ്റ്? ഇത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രിസം മുഴുവൻ ഒരു ലിക്വിഡിലാണ് എടുക്കുന്നത്. ആ ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കേട്ടോ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുക ഒന്നും തന്നില്ലല്ലോ, ഒന്ന് വൃത്തിയിൽ ആദ്യം വരയ്ക്കട്ടെ, എന്നിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ തരാം. റൈറ്റ്? അപ്പോൾ ഈ ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് സംതിങ് യു ഹാവ് ടു ഫൈൻഡ്. റൈറ്റ്? നൗ സപ്പോസ് ഈ പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾക്ക് √2 എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. √2 തന്നിട്ടുണ്ടല്ലോ. ഇനി വേറെ എന്താ തന്നിട്ടുള്ളത്? ഇക്വലേറ്റർ പ്രിസം ആണെങ്കിൽ എല്ലാ ആംഗിൾസും എത്രയായിരിക്കും? 60 ഡിഗ്രി എന്നുള്ള ബോധം പോകണം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. 60 ഡിഗ്രി. ഇനിയും കാര്യമുണ്ടോ? ഇനിയും വല്ലതും ആലോചിക്കേണ്ട. ഇനി നോക്ക്. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് വന്നടിച്ച റേസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അച്ചീവ് ചെയ്തിട്ടുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ സെക്കൻഡ് സർഫസ് ഇസ് ക്രിട്ടിക്കൽ ആംഗിൾ. നല്ല ഗ്രേസ് ചെയ്ത് പോയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ സെക്കൻഡ് ഫ്രേസ് അല്ലെങ്കിൽ സെക്കൻഡ് സർഫസ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഇതൊക്കെ മാത്സ് ആണ് കേട്ടോ അല്ലേ. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് 30 ഡിഗ്രി ആയിരിക്കും, നല്ല 150 ഡിഗ്രി ആവുള്ളൂ. ഇനി അത് 90 ഡിഗ്രി ആയിരിക്കണം അല്ലേ, നോർമലിൻ്റെ അവിടെ ഉള്ളത് മൊത്തം. സോ ദിസ് ആംഗിൾ വിൽ ബി 60 ഡിഗ്രി അല്ലേ. ഇപ്പോൾ കിട്ടിയ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കിട്ടിയല്ലോ, അതൊക്കെ മാത്സ് ആണ്. അപ്പോൾ ഐ ഹാസ് ബീൻ ഫൗണ്ട് ആസ് ഹൗ മച്ച്? 60 ഡിഗ്രി. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ നടന്നിട്ടുള്ളത്? ആ ആംഗിളിൽ എത്രയോ ആംഗിൾ വന്ന് അടിച്ചപ്പോൾ ഗ്രേസ് ചെയ്തിട്ട് എത്ര ആംഗിൾ അടിച്ചതിപ്പോൾ 60 ഡിഗ്രി. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദിസ് പ്രിസം ഈസ് ഹൗ മച്ച്? 60 ഡിഗ്രി അല്ലേ. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിളാണ് 60 ഡിഗ്രി എന്ന് ആലോചിക്കുക. അപ്പോൾ സി ഈസ് ഈക്വൽ ടു 60 എന്ന് എഴുതാം, അല്ലെങ്കിൽ IC എന്ന് എഴുതാം, 60 ഡിഗ്രി എന്ന് എഴുതാം. ക്ലിയർ ആയ? ഇനി എളുപ്പമായിടോ. നമ്മളോട് പറഞ്ഞിട്ട് N1/N2 ആണെന്ത്? സൈൻ C അല്ലേ. N1 എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ വാല്യൂ. ചെറിയ വാല്യൂ ഏതിനാ? ലിക്വിഡിനായിരിക്കും അല്ലേ. ഗ്ലാസ്സിന് കൂടുതൽ ഡെൻസിറ്റി കൂടുതലാണ് റൈറ്റ്. സോ NL/N പ്രിസം ഈസ് ഈക്വൽ ടു സൈൻ C. ഇനി ഡെൻസിറ്റി വെച്ചിട്ടൊന്നല്ല, കോമൺ സെൻസ് ആണ്. ലിക്വിഡ്സ് വിൽ ബി ഹാവിങ് ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദാൻ സോളിഡ്സ് യൂഷ്വലി. റൈറ്റ്? ക്ലിയർ ആയ? എന്നിട്ട് NL/NP ഈസ് ഈക്വൽ ടു സൈൻ 60 എന്ന് എഴുതി. NP നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? √2 എന്ന് അല്ലേ. ഇനി അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എനിക്ക് വയ്ക്കാം റൈറ്റ്. അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസർ മീഡിയം ആണെന്നുള്ള കോൺസെപ്റ്റൊക്കെ ഞാൻ ഇനി എടുക്കുന്നില്ല.
ഓക്കെ, ഇനി കാൽക്കുലേഷനാണ് കേട്ടോ. ഇനിയൊക്കെ കാൽക്കുലേഷൻ ഞാനിപ്പോൾ എഴുതി പോകണില്ല, ഇനി ഓരോന്നും വായിക്കാൻ പോകണില്ല. √2 sin 60 എന്ന് പറഞ്ഞാൽ √3/2. ഓക്കെ, യു വിൽ ഗെറ്റ് ദിസ് ആസ് എ ആൻസർ. കണ്ടാ, നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടി തന്നുള്ളൂ, അതിൽ നിന്ന് നമ്മളൊരു ആൻസർ അങ്ങോട്ട് പണിതു. ഓക്കെ, ഇനി മക്കളെ ഇനി എടുക്കാൻ പോകുന്ന ടോപ്പിക് അഗെയിൻ നീറ്റ് ടോപ്പിക്കാണ്. CBSE ബോർഡിലില്ല. കഷ്ടകാലത്തിന് വന്നാൽ നമ്മളിത് പഠിച്ചത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വ്യത്യസ്തമായി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഒരു ഇതാണ്, ബ്ലാക്ക് വേണ്ടാന്ന് ഒരാൾ പറഞ്ഞിരുന്നു, നമുക്ക് മാറ്റാം, ബ്ലൂ ആക്കാം. ഓക്കെ, അപ്പം ബ്ലൂ സർഫസ് ആണെന്ന് വിചാരിക്കുക കേട്ടോ. ബ്ലൂ സർഫസ് അല്ല, സോറി, സർഫസ് ആണെന്ന് വിചാരിക്കുക. അത് ഡെൻസ്, ഇത് റെയർ മീഡിയം ആയിരിക്കും. താഴെ ഡെൻസ്, മുകളിൽ റെയർ. ഇപ്പോൾ അതിൻ്റെ അടിയിൽ ഏറ്റവും അടിയിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് വിചാരിക്കാം. ആ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ലൈറ്റ് റേ പോവുകയാണ്, സ്ട്രേറ്റ് പോവുകയാണെങ്കിൽ അത് സ്ട്രേറ്റ് പോയിക്കൊണ്ടിരിക്കും അല്ലേ. 90 ഡിഗ്രിയിലല്ലേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നിരിക്കണേ. സോ ഇറ്റ് ഗോസ് ഓഫ് റൈറ്റ്. ഇനി അവിടെ നിന്ന് വേറെ റേ കൂടി പോവുകയാണ് കേട്ടോ. റൈറ്റ്, ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സേ I. Right, it is moving from denser to rarer medium light ray, so it will be moving away from the normal. ഇത് സിമ്പിൾ അല്ലേ. ഇനി വേറെ റേ എടുക്കാം കേട്ടോ. അതേമാതിരി നോക്കിയേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടി, ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടി. ഇനി അതേമാതിരി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇനിയും കൂട്ടാൻ പോവാണ് കേട്ടോ. ഒന്നും കൂടി നമുക്ക് വേറെ റേ വരച്ചാം. ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നപ്പോഴേ നമ്മൾ കണ്ടത് ജസ്റ്റ് ഗ്രേസ് ചെയ്ത് പോയി റിഫ്രാക്റ്റഡ് റേ. അപ്പോൾ എന്തായിരിക്കണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? അത് ക്രിട്ടിക്കൽ ആംഗിളാണ്, C എന്ന് എഴുതണം അല്ലേ. ഇനി അതേമാതിരി ഈ സൈഡിൽ നടന്ന അതേ പ്രക്രിയ അപ്പുറവും നടക്കും അല്ലേ. ഇനി അപ്പോൾ അവിടെയും ഒരു ക്രിട്ടിക്കൽ ആംഗിൾ ഈ സൈഡിൽ അച്ചീവ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇനി വേറെ റേ വന്നു, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ റേ രണ്ട് സൈഡിലേക്കും വന്നു വെച്ച് കഴിഞ്ഞാൽ ആ റേ ഒക്കെ എന്താകും? ടോട്ടലി ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. ഒന്നും പുറത്തേക്ക് പോകില്ല. ഇനിയുള്ള ഒരൊറ്റ റേസും പുറത്തേക്ക് പോകില്ല. ക്ലിയർ ആവണ്ട? അപ്പോൾ ഒരു കോണിക്കൽ ഷേപ്പുള്ളൊരു വ്യൂ ആണ് താഴെയുള്ള വസ്തുവിന് ഉണ്ടാവുക അല്ലേ. സോ താഴെയുള്ള വസ്തുവിനെ വെച്ചിട്ട് ലൈറ്റ് റേസ് അവിടെ നിന്ന് വരുന്ന വസ്തുവിൻ്റെ എല്ലാം പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് എ കോൺ. ഇതന്നെയാണ് തലതിരിച്ചുണ്ടാവുക. ആൻ ഒബ്ജക്റ്റ് ഇൻസൈഡ് എ ഡെൻസർ മീഡിയം വിൽ ഹാവ് എ കോണിക്കൽ ഷേപ്പ് വ്യൂ. അങ്ങനെയുണ്ട്. ഒരു മീനൊക്കെ ഉണ്ടാവുക, അതിൻ്റെ കോണിക്കൽ ഷേപ്പാണ് വ്യൂ അല്ലേ. അപ്പോൾ ഇതൊരു ഒബ്ജക്റ്റാണ്. അപ്പോൾ ഈ രണ്ടറ്റത്ത് എന്താണ്? ക്രിട്ടിക്കൽ അച്ചീവ് ചെയ്തിട്ടുള്ള ലൈറ്റ് റേസ് ആണ് കേട്ടോ അത്. ഓക്കെ, ഇത് റേഡിയസ് കോണിൻ്റെ 6 വിചാരിക്കുക, H ആണ് ഈ കോണിക്കൽ വ്യൂവിൻ്റെ ഹൈറ്റ് അല്ലേ. അപ്പോൾ ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ ഇതും ക്രിട്ടിക്കൽ ആംഗിൾ ആവുള്ളൂ. ഓക്കെ, ഇനി എനിക്കൊരു ട്രയാങ്കിൾ കാണുന്നു, അതിൻ്റെ ആംഗിൾ C ആണ്. അപ്പോൾ എനിക്ക് വേറെ 6 H തന്നിട്ടുള്ളൂ. സോ ഒബ്വിയസ്ലി ഐ എം ഗോയിങ് ടു റൈറ്റ് ഇറ്റ് ആസ് tan C is equal to R/H. എഴുതിയോ? എഴുതി. അപ്പോൾ tan C H is equal to R എന്ന് എഴുതാമല്ലോ. ഈ tan C എനിക്ക് വാല്യൂ കിട്ടിയേ പറ്റൂ അല്ലേ. എനിക്ക് ആ കോണിൻ്റെ റേഡിയസ് അറിയണം. അപ്പോൾ tan C അറിയില്ല, പക്ഷേ എനിക്ക് sin C അറിയാം. ഇൻ പ്ലേസ് ഓഫ് sin C is equal to 1/n. n എന്ന് പറയുന്നത് ഡെൻസർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് അല്ലേ. അതായത് ഈ ഏത് ലൈനിൽ നിന്നാണ് ലൈറ്റ് വരുന്നത് അതിൻ്റെ. അപ്പോൾ sin C എന്ന് ഞാനിവിടെ C എന്ന് എഴുതി, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. അപ്പോൾ ബേസ് എന്താ പറയുക? √(n²-1) അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് tan C is equal to എന്തെന്ന് എഴുതാം? 1/√(n²-1) അല്ലേ. ഇത് അങ്ങോട്ട് നല്ല ഭംഗിയിൽ അവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ അല്ലേ. അപ്പോൾ ഇതൊരു പ്രോപ്പറായിട്ട് ഇക്വേഷൻ മഗ്ഗപ്പ് ചെയ്യണേലും നല്ലതിന് വേണ്ടിയിട്ടാട്ടാ. സോ R is equal to, സോറി മക്കളെ, പിള്ളേർ ചെക്കൻ്റെ ബഹളമാണ്, √(n²-1) റൈറ്റ്, അത് ഇൻറ്റു H റൈറ്റ്. ഇതിനൊരു ഭംഗിയിൽ ഒന്നുകൂടി എഴുതിയാലോ? R is equal to H divided by √(n²-1). ഇതാണ് റേഡിയസ് ഓഫ് ദാറ്റ് കോണിക്കൽ വ്യൂ ഓഫ് എൻ ഒബ്ജെക്റ്റ് വിച്ച് ഇസ് ഇൻസൈഡ് ഡെൻസർ മീഡിയം റൈറ്റ്. ക്ലിയർ ആവുണ്ട്? ഇത് തന്നെയാണ് നിങ്ങൾ അടിയിൽ നിന്ന് ടോർച്ച് അടിച്ച് നോക്കിയാൽ, വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വട്ടത്തിലല്ലേ കാണുക റൈറ്റ്. അതെന്താ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോണിക്കൽ ഷേപ്പിലല്ലേ വരുന്നത്. ദാറ്റ് ഇസ് ദ എക്സാമ്പിൾ. ആ ഏരിയ പുറത്ത് കാണുന്ന ഏരിയ എന്താ? വട്ടത്തിലാണ് അല്ലേ. സോ ഏരിയ ഈസ് πr². ക്ലിയർ ആവുണ്ട? ആ πr² ഉണ്ടെങ്കിൽ ആറിൻ്റെ വാല്യൂ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഈ വാല്യൂ റൈറ്റ്. ക്ലിയർ റൈറ്റ്. ഇനി ഒരു പ്രോബ്ലം ചെയ്യാം കേട്ടോ. നിങ്ങളോട് പറയുന്നത് ഒരു ഗ്ലാസിൻ്റെ ഷീറ്റ് ഉണ്ട്, അതിൻ്റെ തിക്നെസ് 5 മീറ്ററാണെന്ന് വിചാരിക്കാം. 5 മീറ്ററിൻ്റെ തിക്നെസ്സിൻ്റെ ഷീറ്റിൻ്റെ ഏറ്റവും താഴെ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് ലൈറ്റ് തരുന്ന ഒരു പോയിൻ്റ് ആണെന്നിരിക്കും, അല്ലെങ്കിൽ ലൈറ്റ് സോഴ്സ് ആണെന്ന് വിചാരിക്കാം, പോയിൻ്റ് സോഴ്സ്. ആ പോയിൻ്റ് സോഴ്സ് പുറത്തേക്ക് തരാവുന്ന ലൈറ്റ് എനർജീൻ്റെ ഏരിയ എന്താണെന്നാണ്. ദാറ്റ് ഈസ് ഏരിയ ത്രൂ വിച്ച് ദ ലൈറ്റ് ഇമർജസ് റൈറ്റ്. അതെന്താണെന്നാണ് ചോദ്യം
അതായത് നമ്മുടെ ടോർച്ചാന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയായിരിക്കും റേഡിയസ് ഉണ്ടാവുക? h ഡിവൈഡഡ് ബൈ √(n²-1). നമുക്ക് n തന്നിട്ടുണ്ട് ഗ്ലാസിൻ്റെ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ r ഒരു ഓഡ് വാല്യൂ ആയിരിക്കും വരിക. 15/4 ഇങ്ങനെ ഒന്ന് കറക്റ്റ് വാല്യൂ ഒക്കെ വരും കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ എത്ര ഏരിയ വെച്ചിട്ട് നിങ്ങൾ പുറത്ത് കാണാം? നിങ്ങളൊരു വട്ടത്തിൽ കാണാം അല്ലേ? അപ്പോൾ സർക്കിളിലെ ഏരിയ അല്ലേ വരിക? സോ πr² = π × 15/4² കേട്ടോ. ക്ലിയർ? മനസ്സിലായാ? ഇനി നെക്സ്റ്റ് ഇതിന് ശേഷം നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എടുക്കുന്നത് മിറാഷാണ്. മിറാഷ് ഞാൻ ഈ വീഡിയോസ് ഈ 45 മിനിറ്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഐ വിൽ ടേക്ക്. ക്ലിയർ? പക്ഷേ എന്തായാലും എടുക്കാം. ഫസ്റ്റ് ഐ വിൽ ടോക്ക് അബൌട്ട് ഡയമണ്ട് വിച്ച് ഇസ് വെരി ഈസി അല്ലേ. ഡയമണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഭയങ്കര ഇങ്ങനെ തിളങ്ങണ സാധനമാണ് അല്ലേ ഡയമണ്ട്. അത് നിങ്ങൾ വെറുതെ നോർമലായി വെക്കുമ്പോൾ തിളങ്ങുന്നത് ശ്രദ്ധിക്കില്ലേ? ഈ ആഡൊക്കെ കാണിക്കുന്നവർ കണ്ടിട്ട് കയ്യൊന്ന് ഇളക്കും അല്ലേ, ഒന്നും കയ്യൊന്നും അങ്ങോട്ട് ഇങ്ങോട്ട് ഇളക്കും, റൈറ്റ്? അപ്പോൾ എന്നിട്ട് ആ ഡയമണ്ട് അങ്ങോട്ട് തിളങ്ങും അല്ലേ. ഹൗ മച്ച് യു മൂവ് ദാറ്റ് മച്ച് ദ ഗ്ലേസിങ് വിൽ ബി. അതായത് ഓരോ പ്രാവശ്യവും നിങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ചെയ്തുകൊണ്ടിരിക്കാം. ഈ ഡയമണ്ടിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ വളരെ കുറവാണ്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എപ്പോഴും മിക്ക സമയത്തും ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഓരോ കട്ടിങ് കൂടുമ്പോൾ അല്ലേ, അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണ് എന്ത് ഡയമണ്ടിനേക്കാളും സാധാരണ മിക്ക സമയത്തും, റൈറ്റ്? അപ്പോൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് അടിക്കും. അപ്പോൾ തമ്മിൽ എന്തായിരിക്കും? മൾട്ടിപ്പിൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻസ് ആണ് ഡയമണ്ടിൽ നടക്കുക. അതുകൊണ്ടാണ് അതിങ്ങനെ കിടന്ന് തിളങ്ങുന്നത്. അതേമാതിരി അൺകട്ട് ഡയമണ്ട്സ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? കട്ട് ഡയമണ്ട്സ്, അൺകട്ട് ഡയമണ്ട്സിനേക്കാളും വില കൂടുതലാണ് കട്ടിങ് കഴിഞ്ഞുള്ള അല്ലേ. 24 ക്യാരറ്റ് ഉണ്ട് അല്ലേ. എത്രത്തോളം ക്യാരറ്റ്സ് അല്ലെങ്കിൽ എത്രത്തോളം കട്ടിങ് കൂടണം അത്രത്തോളം വില കൂടും ഡയമണ്ട്സിന്. ഓക്കെ, റൈറ്റ്? നെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാനുള്ളത് പ്രിസം. നമുക്ക് കുറച്ച് ഇത് കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ലെറ്റ്സ് പ്രിസത്തിൻ്റെ ഡിസ്പെർഷൻ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഡിസ്പെർഷൻ്റെ കേസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കേസ് കേൾക്കാം, അതായിരിക്കും ഏറ്റവും നല്ലത്. പ്രിസത്തിന് തൊട്ട് താഴെ ഞാൻ പറയേണ്ടത് ഡീറ്റെയിലിൽ. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കേബിൾസും, നമ്മുടെ നെറ്റിൻ്റെ കേബിൾ ഒക്കെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യണം ഒക്കെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സാണ് അല്ലേ. അതിന് കോർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, റൈറ്റ്? പുറത്തുള്ളതിനെ മാൻഡിൽ എന്നാണ് പറയാം. ഈ കോറിൻ്റെ അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആണെന്ന് വിചാരിക്കുക, വെറുതെ പറഞ്ഞാൽ, അല്ലെങ്കിൽ N2 പറയാം, നമുക്ക് റെസ്പെക്റ്റീവ് പറയാം. അപ്പോൾ ഈ പറയുന്ന കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാൻഡിലിനേക്കാളും കൂടുതലാണ്, റൈറ്റ്? അപ്പോൾ ലൈറ്റ് റേസ് എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് മൂവിങ് ഫ്രം വാട്ട് കോറിൽ നിന്ന് മാൻഡിലേക്കാണ് ചാടാനുള്ള ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ ഡെൻസർ ടു റെയറർ മീഡിയത്തിലേക്കാണ് പോകാൻ ടാൻഡർ ഉണ്ടാവുക, റൈറ്റ്? അപ്പോൾ എപ്പോഴും നമ്മൾ ലൈറ്റ് റേസിനെ വിടുമ്പോൾ എപ്പോഴും ഈ ഓപ്റ്റിക്കൽ ഫൈബറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിട്ടാണ് അയക്കുക. അതായത് കോറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ, അതായത് കോർ ഏത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കണേ അതിൻ്റെ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണ് ലൈറ്റ് വേവ്സ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ്റെ വേവ്സ് അയക്കുക, റൈറ്റ്? സോ ദാറ്റ് അപ്പോൾ ആദ്യം കോറിൽ നിന്ന് ജസ്റ്റ് ഹിറ്റ് ചെയ്തു, എന്നിട്ട് സാധാരണ എന്താ മാൻഡിലിൻ്റെ അവിടേക്ക് റിഫ്രാക്റ്റ് ചെയ്ത് പോകണം അല്ലേ. പക്ഷേ മാൻഡിലിൻ്റെ അവിടത്തെയും കോറിൻ്റെയും ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണ്. സോ ഇറ്റ് അണ്ടർഗോസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ആൻഡ് ദെൻ യു ഗെറ്റ് ദ സിഗ്നൽ. ക്ലിയർ? ഇങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ക്ലിയർ, റൈറ്റ്? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രിസം എന്ന് പറഞ്ഞ സെഷനാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകണം കേട്ടോ, റൈറ്റ്? ഈ പ്രിസം നമുക്ക് കുറേ പഠിക്കാനുണ്ട് കേട്ടോ. ഇത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയാം, കുറേ ക്വസ്റ്റ്യൻസും ഉണ്ട് പഠിക്കാൻ, ഡെറിവേഷനും ഉണ്ട് അല്ലേ. പ്രിസം എന്ന് പറഞ്ഞാൽ ഒരു 3 ഡയമെൻഷനായിട്ടുള്ള ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രിസം എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമാണോ? ഇറ്റ് ഇസ് എന്താ 3 ഡയമെൻഷനിൽ സർഫസ് ട്രയാങ്കിൾ ഷേപ്സിലായിട്ടുള്ള സാധനമാണ്, റൈറ്റ്? ബട്ട് 3 ഡയമെൻഷൻ വ്യൂ, റൈറ്റ്? അപ്പോൾ പല ആംഗിൾസിലുണ്ടാവാം, റൈറ്റ്? ഈ പ്രിസം, റൈറ്റ്? ഇക്വലേറ്റർ പ്രിസം ഉണ്ട് നമ്മൾ കുറച്ച് അല്ലെങ്കിൽ ഇങ്ങനത്തെ 45, 90 ഡിഗ്രീൻ്റെ പ്രിസം നമ്മൾ വരച്ചില്ലേ. ഈ പ്രിസത്തിൻ്റെയൊക്കെ പ്രത്യേകത ബിക്കോസ് ഇറ്റ് ഓൾവേസ് ഹാവ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ആംഗിൾ. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്തില്ലേ, ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് വിചാരിച്ചു കേട്ടോ.
എന്നിട്ട് അതിനിങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്തു. ആൻഡ് സപ്പോസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓഫ് ദ റേസ് ഇസ് ഇത് കഴിഞ്ഞിട്ട് സപ്പോസ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദ പ്രിസം. അപ്പോൾ എന്ത് ചെയ്യും? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആവും അല്ലേ, നേരെ പോവും. ക്ലിയർ ആവണ്ട. എന്നിട്ട് രണ്ടാമത്തെ സർഫസിൽ വന്നിടിച്ചു, പിന്നെയത് എന്തായിരിക്കും? അങ്ങനെ തന്നെ അഗെയിൻ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ, പിന്നെ ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്നു അല്ലേ. പക്ഷേ എൻ്റെ ഭാഗം ഇങ്ങനെയാണ് വരുന്നത് അല്ലേ, ട്രാവൽ ചെയ്യണേ. അപ്പോൾ എ ബി തല തിരിഞ്ഞ മാതിരിയുണ്ട് അല്ലേ. ഒബ്ജക്റ്റിൻ്റെ ഇമേജ് അല്ലെങ്കിൽ ഇമർജൻറ്റ് റേയിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഇൻസിഡൻറ്റ് റേസ്. റൈറ്റ്, ക്ലിയർ ആവണ്ട. അപ്പോൾ എനിക്കൊന്ന് ജസ്റ്റ് ഇമേജസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിസം യൂസ് ചെയ്താൽ മതി. ക്ലിയർ. ഇനി അതേമാതിരി വേറെ ആംഗിളിൽ ചേഞ്ച് ചെയ്യുമ്പോൾ, പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഐ ക്യാൻ ഗെറ്റ് ഡിഫറെൻറ്റ് ആംഗിൾസ് ഓഫ് ഇമർജൻറ്റ് റേസ്. ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഓറിയൻറ്റേഷൻ ഓഫ് ദ പ്രിസം. ഇതൊക്കെ നിങ്ങൾ ലാബിലൊക്കെ ചിലപ്പോൾ മിക്ക സമയം ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. യു വിൽ ഡു ദ പ്രിസം എക്സ്പെരിമെൻറ്റ്സ്, ദെൻ യു വിൽ ബി വെരി തറോ വിത്ത് ദിസ് പ്രോപ്പർട്ടി. റൈറ്റ്. അപ്പോൾ പ്രിസം എന്ന് നമ്മൾ പറഞ്ഞത് സ്ഥിതിക്ക് നമ്മൾ പ്രിസത്തിൻ്റെ ഡീറ്റെയിലേക്കാണ് ഇനി ഇറങ്ങാൻ പോണത്. അപ്പോൾ പ്രിസം എന്താ? ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, കോമൺ ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു വസ്തുവാണ്. ആൻഡ് ആക്ച്വലി ഇറ്റ് ഹാസ് എ റിഫ്രാക്റ്റീവ് മീഡിയം, റൈറ്റ്, ആൻഡ് ഇറ്റ് ഇസ് ബൗണ്ട് ബൈ 2 പ്ലെയിൻ സർഫസസ്. 2 പ്ലെയിൻ സർഫസസ് ആയിട്ട് ഇൻക്ലൈൻഡ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ഇത് നിങ്ങൾ നെറ്റിൽ ഇത് വീഡിയോൻ്റെ കേൾക്കണ ചിലപ്പോൾ വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ജസ്റ്റ് നെറ്റിൽ അടിച്ചു കൊടുക്കുക പ്രിസം. അപ്പോൾ നിങ്ങൾ സാധനം കാണും. പക്ഷെ എനിക്ക് കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നത്. റൈറ്റ്. അപ്പോൾ എന്താണ്? ഒരു റിഫ്രാക്ടറി മീഡിയം ബൗണ്ടഡ് ബൈ 2 പ്ലെയിൻ സർഫസസ് അല്ലേ. അപ്പോൾ ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതാണ്, പക്ഷെ നടക്കുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ പടം വരയിൽ വളരെ മോശമാണ് കേട്ടോ, ഞാൻ ആദ്യമേ പറയാം കേട്ടോ. ഇങ്ങനെ ഇരിക്കും ഔട്ടറായിട്ട് കാണുമ്പോൾ. റൈറ്റ്. നമുക്കൊന്ന് ഷെയ്ഡൊക്കെ ഒന്ന് ചെയ്തിട്ടൊന്ന് ശരിയാക്കാൻ പറ്റുമോ നോക്കട്ടെ. റൈറ്റ്. അടിയിൽ ഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്തിടാം. ഓക്കെ. റൈറ്റ്. രണ്ട് പ്ലെയിൻ സർഫസസ് ഇൻക്ലൈൻഡ് എന്ന് പറയില്ലേ ഇങ്ങനെ. റൈറ്റ്. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് റേയും ഇമർജൻറ്റ് റേ എന്നാണ് പോണതിനെയൊക്കെ പറയാം. താഴത്തേനെ നമ്മൾ ബേസ് എന്ന് പറയും. ഇതൊന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലില്ല കേട്ടോ, ഞാൻ പറയണതാണ്. ടീറ്റ എന്ന് പറയണത് അല്ലെങ്കിൽ ഈ ഡാർക്ക് ചെയ്തിട്ടുള്ളതിനെ നമ്മൾ ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറയും. അതിനെ എ എന്നാണ് സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാം. റൈറ്റ്. ക്ലിയർ. നമ്മൾ പക്ഷേ കഷ്ടപ്പെട്ടിട്ട് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പ്രിസം പഠിക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ വെച്ചിട്ടേ പഠിക്കുള്ളൂ കേട്ടോ. റൈറ്റ്. ദാറ്റ് സിമ്പിൾ ഓഫ് പ്രിസം എന്ന് പറഞ്ഞിട്ട് പറയാം ട്രയാങ്കിൾ കേട്ടോ. ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ മുഴുവൻ പ്രിസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുക കേട്ടല്ലോ. റൈറ്റ്. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആംഗിൾസ് ഉണ്ടാവാം കേട്ടോ. പക്ഷേ മിക്ക സമയത്തും ഞാൻ കണ്ടിട്ടുള്ളത് പ്രോബ്ലംസ് വരുമ്പോൾ ഇക്വലേറ്ററൽ പ്രിസമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ക്യാൻ കം ഇൻ ഡിഫറെൻറ്റ് വേസ്. റൈറ്റ്. അപ്പോൾ ഇൻസിഡൻറ്റ് റേ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഏതാണെന്നറിയാലോ, ഒരു പ്രിസത്തിൻ്റെ മുകളിൽ വന്ന് വീഴുന്ന റേയാണ് ഇൻസിഡൻറ്റ് റേ എന്ന് പറയാം. റിഫ്രാക്റ്റഡ് റേ എന്തായിരിക്കും? ഒരു സർഫസിൽ ഇൻസിഡൻറ്റ് റേ വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ് വാസ് മൂവിങ് ഫ്രം റയറർ ടു ഡെൻസർ മീഡിയം, സോ ഇറ്റ് വിൽ ബി മൂവിങ് അവേ ഫ്രം ദ നോർമൽ. ആ റേനെയാണ് നമ്മൾ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഇമർജൻറ്റ് റേ എന്ന് പറയുന്നത് എന്താ? ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് 2 സർഫസസുകൾ ഇരിക്കുന്നതല്ലേ, ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നതല്ലേ, ആ പുറത്ത് രണ്ടാമത് സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകണതിനെയാണ് ഇമർജൻറ്റ് റേ എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് സർഫസിൽ വന്ന് വീഴുന്നതിനെയാണ് ഇൻസിഡൻറ്റ് റേ എന്ന് പറയും. ഓക്കെ. ഇന്ന റേ ആവണം അല്ലെങ്കിൽ ഇന്ന പ്ലെയിൻ ആവണം ഇൻസിഡൻറ്റ് റേ എന്നില്ല കേട്ടോ. ഇനി ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താ? ഇത് നോക്കിയേ, ഈ ഇൻസിഡൻറ്റ് റേ ഈ പ്രിസം ഇല്ലായിരുന്നുവെങ്കിൽ നേരെ ചൊവ്വേ പോകുമായിരുന്നു അല്ലേ. റൈറ്റ്. അപ്പോൾ ഇമർജൻ്റ് ആയപ്പോൾ അതിന് ചേഞ്ച് വന്നു അതിൻ്റെ ഡയറക്ഷനിൽ. ദാറ്റ് ഈസ് നോൺ ആസ് ഡീവിയേഷൻ ഇറ്റ്സ് പാത്ത്. ക്ലിയർ. ഇപ്പോൾ നമുക്കൊരു ഭംഗിയിലൊരു ഇൻസിഡൻറ്റ് റേ വരച്ചു അല്ലേ. റൈറ്റ്. നമുക്ക് പാരാമീറ്റേഴ്സ് വേണം. അപ്പോൾ അവിടെ നോർമലായിട്ട് വരച്ചു. മൂവിങ് ഫ്രം റയറർ ടു ഡെൻസർ, സോ ഇറ്റ് വിൽ ബി മൂവിങ് ടുവേർഡ്സ് ദ നോർമൽ. ആദ്യം ഞാൻ അവേ ഫ്രം ദ നോർമൽ എന്നാണ് പറഞ്ഞത്. ടുവേർഡ്സ് ദ നോർമലാണ് കേട്ടോ, സോറിയേ. റൈറ്റ്. അപ്പോൾ നോർമലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ അല്ലേ. റൈറ്റ്. മനസ്സിലായെന്ന് വിചാരിക്കണേ. ഇപ്പോൾ ബെൻഡ് ചെയ്തത് മനസ്സിലാവണം. റൈറ്റ്. എന്നിട്ട് ഇറ്റ് ഗോസ് ഔട്ട് ഡെൻസർ ടു റയറർ മീഡിയം അവേ ഫ്രം ദ നോർമൽ. ഇപ്പോൾ ക്ലിയർ ആയ? നേരത്തെ ഞാൻ തെറ്റി പറഞ്ഞതുകൊണ്ട് കേട്ടോ, കറക്റ്റ് മീ. ഓക്കെ. ഈ കളറുകൾ കുറേ വേണം. റൈറ്റ്. ഇതാണ് നമ്മുടെ ശരിക്കും ഇൻസിഡൻറ്റ് റേ പോകേണ്ടിയിരുന്ന വഴി അല്ലേ. എന്നിട്ട് ഇമർജൻറ്റ് റേ എങ്ങോട്ടല്ലേ വന്നത്? പുറത്തേക്ക് അല്ലേ എന്ന് പറഞ്ഞ പോയിൻ്റാണ് അവരുടെ മീറ്റിംഗ് പോയിൻ്റ് അല്ലേ.
ക്ലിയർ? ഇതൊക്കെ ഞാൻ പേര് എടുത്തെടുത്ത് പറയാൻ പോലെ ഐ ജസ്റ്റ് നെയിംഡ് ആംഗിൾ ഓഫ് പ്രിസം ആസ് ABC. I am marking this angle as a first refracted angle. റൈറ്റ്. അതൊന്ന് മാച്ച് കളഞ്ഞ് വൃത്തിയിലൊന്ന് വരയ്ക്കാൻ ആഗ്രഹമുണ്ട്. ഒന്നുകൂടി പേറ്റ് ചെയ്തിട്ടാ വിൽ ഡ്രോ. ലെറ്റ് മീ ടേക്ക് ഗുഡ് നമുക്ക് ഇച്ചിരി വലുത് വരച്ച്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ആ യെല്ലോ ലൈന് പുറത്തേക്ക് പോകണം വരെ. അപ്പോൾ പേര് മാറ്റില്ല കേട്ടോ, എഴുതണം മാറ്റാം. റൈറ്റ്. ലെറ്റ്സ് റൈറ്റ് ഹിയർ C, ഹിയർ B. ഇപ്പോൾ ഏതാണ്ട് ട്രയാങ്കിൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കുന്നുണ്ട്. ഓക്കെ. സോ ലെറ്റ്സ് നെയിം ദിസ് വൺ ആസ് N. റൈറ്റ്. ഇതൊക്കെ കൺസ്ട്രക്ഷനാണ്. നമ്മൾ എക്സ്റ്റെൻഡ് ആയിട്ട് നോർമൽസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മീറ്റ് ചെയ്തിട്ടുള്ള N. ഇൻസിഡൻറ്റ് റേ ആൻഡ് ഇമർജൻറ്റ് റേ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മീറ്റ് പോയിൻ്റ് M, R1, R2 refracted angles for the two surfaces. Right. Let's say this is rarer, this is denser, medium. Okay. Angle of prism, let's say, is A. ആ എ അല്ലാട്ട മുകളിൽ എഴുതിയിരിക്കുന്നത് എ. ജസ്റ്റ് പ്രിസത്തിന് എ എന്ന് പറഞ്ഞ പോയിന്റ് പേര് കൊടുത്തു എന്നുള്ളൂ. ഇനി ഇവിടെ ഒരു Q എന്ന് പറഞ്ഞ പോയിന്റ് ഇടാം. നോർമൽ ഇൻസിഡൻറ്റ് റേൻ്റെ പോയിന്റ്. റൈറ്റ്. ഇമർജൻറ്റ് നോർമലിലെ ഇൻസിഡൻറ്റ് പോയിന്റ് അല്ല മീറ്റിംഗ് പോയിന്റ് R എന്ന് എഴുതാം. ഇപ്പോൾ നല്ലൊരു ഭംഗികൾ കിട്ടിയാൽ റൈറ്റ്. അപ്പോൾ നമുക്കൊരു ക്വാഡ്രിലേറ്ററിൽ കിട്ടിയ മാതിരിയുണ്ട്. ഒരു AQNR എന്ന് പറഞ്ഞിട്ടൊരു ക്വാഡ്രിലേറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ വെച്ചിട്ട് വേണം നമുക്ക് ആലോചിക്കാൻ. റൈറ്റ്. ആൻഡ് ഐ ഹോപ്പ് യു നോ വാട്ട് ഈസ് ദ സം ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലേറ്റർ. റൈറ്റ്. എന്നിട്ട് നല്ല ഭംഗിയിൽ അങ്ങോട്ട് എഴുതും. ആംഗിൾ A പ്ലസ് ആംഗിൾ QNR is equal to 180 ഡിഗ്രി. അല്ലേ? സിമ്പിൾ. താഴെ പോകേണ്ടതുകൊണ്ട്. റൈറ്റ്. ഇനി എന്തുവാ നമ്മൾ നമുക്ക് വേറെ ട്രയാങ്കിൾ എടുക്കാം. QNR എന്ന് പറഞ്ഞിട്ട് ട്രയാങ്കിൾ അല്ലേ? അവിടെ ഒരു QNR ആംഗിൾ വന്നിട്ടുണ്ട് അല്ലേ? അതിനെപ്പറ്റി അറിയണ്ടേ? അപ്പോൾ QNRൽ എന്തൊക്കെ ഉണ്ട്? R1 എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ട്, R2 എന്ന് പറഞ്ഞ ആംഗിൾ, പിന്നെ അവിടെ ഒരു QNR എന്ന് പറഞ്ഞിട്ടൊരു ആംഗിൾ ഉണ്ട്. ഇത് മൂന്നും കൂട്ടിയിട്ട് എന്താ വരിക? നേരത്തെ പറഞ്ഞ 180 ഡിഗ്രി തന്നെയല്ലേ വരിക? റൈറ്റ്. അപ്പോൾ എനിക്ക് QNRന് പകരം എന്ത് എഴുതാം? 180 ഡിഗ്രി മൈനസ് R1 പ്ലസ് R2 എന്ന് എഴുതാം. സോറി ഇട്ട് സ്മോൾ ലെറ്റർ ആയതെന്ന് ഞാൻ പറയുന്നുണ്ട്. സോ QNR is equal to 180 ഡിഗ്രി മൈനസ് R1 പ്ലസ് R2. ഇനി അതിന് പകരം അവിടെ മുകളിലുള്ള A പ്ലസ് 180 ഡിഗ്രി മൈനസ് R1 പ്ലസ് R2 എന്ന് എനിക്ക് എഴുതിക്കൂടെ? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ 180 വെട്ടിക്കളയാം. അപ്പോൾ എനിക്ക് ആംഗിൾ A ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 എന്ന് കിട്ടും. ഇതെനിക്ക് ആവശ്യമുണ്ട്. അതായത് ഒരു പ്രിസത്തിലെ പ്രോപ്പറായിട്ടുള്ള ആംഗിൾ സെക്ഷൻ നടക്കുന്ന കാര്യങ്ങളിലാണെങ്കിൽ രണ്ട് ആംഗിൾസ് ഓഫ് റിഫ്രാക്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എം സപ്പോസ് ടു ഗെറ്റ് ദ ആംഗിൾ ഓഫ് പ്രിസം. ദാറ്റ് ഇസ് R1 പ്ലസ് R2 വിൽ ബി ഈക്വൽ ടു ആംഗിൾ A. ഇത് അത്യാവശ്യമാണ് കേട്ടോ. ഇതൊക്കെ എഴുതിയതാണ് പെട്ടിയിലാക്കി തരുന്നത്. ഓക്കെ. ഇനി നമുക്ക് വേറെ ട്രയാങ്കിൾ എടുക്കാം. QMR എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നമുക്ക് ആവശ്യമുണ്ട്. റൈറ്റ്. ലുക്ക് അറ്റ് ദാറ്റ് ട്രയാങ്കിൾ. റൈറ്റ്. QMRൽ നമുക്ക് സപ്പോസ് ഞാൻ രണ്ട് ആംഗിൾ നെയിം ചെയ്തത് ആംഗിൾ 1 ആംഗിൾ 2 മനസ്സിലായെന്ന് വിചാരിക്കണമെന്ന് നോക്കിയേ. ഞാൻ പേരിട്ടിട്ടില്ലേ? സപ്പോസ് നമുക്ക് വേറെ ആംഗിൾ പേര് കൊടുക്കാം. റൈറ്റ്. വേറെ കളർ എടുക്കണം. റൈറ്റ്. ഏത് ആംഗിൾ? ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് മഞ്ഞ കളയാൻ പറ്റിയിരുന്നെങ്കിൽ. റൈറ്റ്. ക്ലിയർ? നമുക്ക് ഇത്തിരി ഡാർക്ക് ചെയ്ത് തരാട്ടാ. QMR. ഇപ്പോൾ ഏതാ ട്രയാങ്കിൾ മനസ്സിലായില്ല? റൈറ്റ്. ഞാൻ എന്ത് പറഞ്ഞിട്ടാ പോയേ? പോട്ടെ. QMR. റൈറ്റ്. അപ്പോൾ ഡീവിയേഷൻ ആംഗിൾ നമുക്കറിയണം അല്ലേ? ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ് നമുക്ക് QMR എന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അറിയേണ്ടത് എന്ത് QMR ഡീവിയേഷൻ എന്നൊക്കെ ആലോചിച്ച് നോക്കിയേ എന്തായിരിക്കും? ഓക്കെ. എങ്ങനെയാണ് ഇൻസിഡൻറ്റ് റേ പോകേണ്ടിയിരുന്നത്? ഇൻസിഡൻറ്റ് റേ വാസ് സപ്പോസ് ടു ട്രേസ് ചെയ്യും നിങ്ങൾ. റൈറ്റ്. ആ പോകേണ്ടിയിരുന്ന പാത ട്രേസ് ചെയ്യും. റൈറ്റ്. അതിൽ നിന്ന് അല്ലേ ഇതായിരുന്നു അതിൻ്റെ പാത. ഇറ്റ് വാസ് സപ്പോസ് ടു മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ. റൈറ്റ്. ബട്ട് ഇങ്ങനെ എത്തിപ്പോയി. അപ്പോൾ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ ഇമർജൻറ്റ് റേ ദാറ്റ് ഈസ് ആക്ച്വലി യുവർ ഡീവിയേഷൻ. അതായത് എത്രത്തോളം ഇൻസിഡൻറ്റ് റേ ചെരിഞ്ഞു പോയി ഇമർജൻ്റായി മാറാൻ. ദാറ്റ് ഈസ് യുവർ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ. ക്ലിയർ ആവണ്ട? റൈറ്റ്. ക്ലിയർ? ഇതിന് നമുക്ക് ഡെൽറ്റ എന്ന് എഴുതാം. ഇനി ഡെൽറ്റ ഇസ് ഈക്വൽ ടു എന്തെന്ന് വേറെ എഴുതാം? ഈ QMP ട്രയാങ്കിൾ ഒന്ന് മുകളിലേക്ക് പോയാൽ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് ആംഗിൾ 1 ഇത് ആംഗിൾ 2 ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഡെൽറ്റ എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ആംഗിളാണ്. സോ ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ടു ഡെൽറ്റ ഇസ് ഈക്വൽ ടു ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2. കേട്ടോ? അതേ മക്കളൊരു കാര്യം ചെയ്യണം. ഞാൻ എപ്പോഴും ഫിഗർ ചെയ്യണമെന്ന് നോക്കണമെന്നില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വരച്ച ഫിഗറായിട്ട് ഒന്ന് കമ്പയർ ചെയ്താൽ മതി കേട്ടോ.
റൈറ്റ്. അപ്പോൾ ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമുക്കൊന്ന് നോക്കിയാലോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒന്ന് നോക്കിയേ. റൈറ്റ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താ? ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ഇൻസിഡൻറ്റ് റേ വിത്ത് ദ നോർമൽ വിച്ച് ഇസ് I. ദാറ്റ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് ദിസ് ടു ആംഗിൾസ് അല്ലേ. അപ്പോൾ അതെന്താ? ആംഗിൾ 1ഉം ആംഗിൾ R1ഉം. അതേമാതിരി ഇമർജൻ്റ് ആംഗിൾ എന്താണ്? EA അല്ലേ. അതേമാതിരി എഴുതിയ ആംഗിൾ 1 പ്ലസ് R1. റൈറ്റ്. അതെ, R1 ആണ് കേട്ടോ ഉദ്ദേശിച്ചത് ഇവിടെ. എന്നാൽ ആംഗിൾ 1ന് എനിക്ക് എന്തെഴുതാം? I മൈനസ് R1 എന്ന് എഴുതാം. ഇതവിടെ ഇരിക്കട്ടെ. അതേമാതിരി ഇംബേർജൻ്റ് ആംഗിൾ എന്തെന്ന് പറഞ്ഞാൽ ആംഗിൾ 2 പ്ലസ് R2. അപ്പോൾ ആംഗിൾ 2ന് എനിക്ക് എന്തായിട്ട് എഴുതാം? E മൈനസ് R2. ഇതേ ഡെറിവേഷൻ അങ്ങനെ തന്നെ മഗപ്പ് ചെയ്യണം കേട്ടോ. റൈറ്റ്. അപ്പോൾ ഡെൽറ്റേൻ്റെ സ്ഥലത്ത് നമ്മൾ എന്തെഴുതാം? ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2ന് പകരം എന്തെഴുതാം? I മൈനസ് R1 എന്നും പ്ലസ് E മൈനസ് R2 എന്നും എഴുതണം. I മൈനസ് R1 പ്ലസ് E മൈനസ് R2. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഉണ്ടല്ലോ. ആ I പ്ലസ് E ഒരു സൈഡിലേക്ക് എഴുതി കഴിഞ്ഞാൽ മൈനസ് R1 പ്ലസ് R2 വന്നാൽ ഈ R1 പ്ലസ് R2 ഈ ഇക്വേഷൻ എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഈ ഡീവിയേഷൻ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡിപ്പെൻഡ്സ്. ഫസ്റ്റ് പോയിൻ്റ് ഓൺ വിച്ച് ദ ഡിപ്പെൻഡ്സ് ഈസ് ദ പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ. ഇതൊക്കെ പോയിൻറ്റ്സ് ആണ് കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം എത്രത്തോളം കൂടുന്നു അത്രത്തോളം ഡീവിയേഷനും കൂടിക്കൊണ്ടിരിക്കും. അതായത് ഇൻസിഡൻ്റ് ആംഗിളും ഇമർജൻറ്റിൻ്റെയും തമ്മിലുള്ള ഡീവിയേഷൻ കൂടുതലായിരിക്കും. ആംഗിൾ ഓഫ് പ്രിസം കൂടിക്കഴിഞ്ഞാലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡീവിയേഷനും കൂടിക്കൊണ്ടിരിക്കും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളത്. നോക്കിയാൽ ആംഗിൾ ഓഫ് പ്രിസം എന്താ? R1 പ്ലസ് R2 അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ ഇല്ലേ. അപ്പോൾ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? I പ്ലസ് E മൈനസ് A. ഇതും ഒരു ഇക്വേഷനാണ് കേട്ടോ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സോ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ആംഗിൾ ഓഫ് പ്രിസം ഓൾസോ. റൈറ്റ്. ഇനി അപ്പോൾ ആംഗിൾ ഓഫ് പ്രിസം ഇഫ് ഇറ്റ് ഈസ് ഇൻക്രീസിങ് or dependency then deviation also increases. Clear? മൈനസ് വാല്യൂ ഇല്ലല്ലോ കേട്ടോ. ഇനി നെക്സ്റ്റ് വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്താലും ഡീവിയേഷൻ ഇൻക്രീസ് ചെയ്യും. റൈറ്റ്. അപ്പോൾ വിബ്ജിയോറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേവ് ലെങ്ത് കൂടുതലുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ ഡീവിയേഷൻ അല്ലേ. അപ്പോൾ വയലറ്റിലുള്ള ആണ് കൂടുതൽ ഡീവിയേഷൻ റേദർ ദാൻ റെഡ്. റൈറ്റ്. വയലറ്റിന് അല്ലേ വീന് അവിടെ ഇരിക്കും എന്താണ് വേവ് ലെങ്ത് കൂടുതലുള്ളത്. അപ്പോൾ വേവ് ലെങ്ത് കൂടുതലുള്ള ആൾ കൂടുതൽ ഡീവിയേറ്റ് ചെയ്യും. റെഡിൻ്റെ ഡീവിയേഷൻ കുറവാണ് കേട്ടോ. അതിൻ്റെ ബേസിലാണ് റെയിൻബോ ഉണ്ടാവണം കേട്ടോ പറഞ്ഞു എന്നുള്ള. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കാര്യം പറയുമ്പോൾ ഇപ്പോൾ സപ്പോസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീവിയേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അത് അറിഞ്ഞിരിക്കുക. ഇത് എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ് ആണ് കേട്ടോ. അതിൻ്റെ ഇക്വേഷനായിട്ട് ഒരു യാതൊരു ബന്ധമില്ലേ. ദിസ് ആൻഡ് ഓൾ ആർ ഫൗണ്ട് ബൈ എക്സ്പെരിമെൻ്റൽ തിങ്സ്. റൈറ്റ്. അപ്പോൾ കറണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസസ്, ഡീവിയേഷൻ ഡിക്രീസസ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആദ്യം എന്താ, ഇൻസിഡൻസ് കൂടുമ്പോൾ ഡീവിയേഷൻ കുറയും. എന്നിട്ട് പിന്നെയും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡീവിയേഷൻ മിനിമം ആവും. എന്നിട്ട് പിന്നെയും നമ്മൾ ഇൻസിഡൻസ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെയും അതെന്ത് ചെയ്യാൻ പോവുക, ഇൻക്രീസ് ചെയ്യുക. ഇങ്ങനെയാണ് അത് എക്സ്പെരിമെൻ്റലി കണ്ടുപിടിച്ചുള്ളത്. ഒന്നുകൂടി ശ്രദ്ധിച്ച്, വെൻ കറണ്ട് ഫസ്റ്റ് ഇൻക്രീസസ് ഡീവിയേഷൻ റെഡ്യൂസസ്, അഗെയിൻ ഫൺ ഇൻസിഡൻസ് ഇൻക്രീസ് ഇറ്റ് റീച്ചസ് എ മിനിമം വാല്യൂ, ദെൻ ഇറ്റ് അഗെയിൻ സ്റ്റാർട്ട്സ് ടു ഡീവിയേഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഇൻസിഡൻസ് ആംഗിൾ. അപ്പോൾ ആംഗിൾ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് എങ്ങനെ ഇരിക്കും, പ്രോപ്പറായിട്ട് യൂണിഫോം ആയിട്ടുള്ളൊരു കർവ് അല്ലാട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ പോയിന്റിൽ ഓഫ് കറണ്ട് ഇൻസിഡൻസ് ആംഗിൾ വരുമ്പോൾ മിനിമം ഡീവിയേഷനാണ് ഉണ്ടാവുക. ക്ലിയർ? ഇനി 2-3 കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എക്സ്പെരിമെൻ്റലി കണ്ടുപിടിച്ചതാണ്. ഇതിനൊന്നും ഇക്വേഷൻ ഇല്ല കേട്ടോ. റൈറ്റ്. സോ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് deviation or minimum deviation is occurring only for one value of angle of incidence. മൾട്ടിപ്പിൾ വാല്യൂസിൽ ഒരിക്കലും ഉണ്ടാവില്ല. ഒരൊറ്റ വാല്യൂവിൽ ഇൻസിഡൻസ് ആംഗിളിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. ആ ഇൻസിഡൻറ്റ് ആംഗിളിൻ്റെ വാല്യൂ എപ്പോഴും ഇമർജൻറ്റ് ആംഗിളിൻ്റെ വാല്യൂവിന് ഈക്വലൻ്റ് ആയിരിക്കും. അതേമാതിരി 2 റിഫ്രാക്ഷൻ ആംഗിൾസും R1ഉം R2 ഈക്വൽ ആയിരിക്കും. ഈ കണ്ടീഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് when the minimum deviation is occurring. Right? Sorry. Okay. Clear? അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രോപ്പറായിട്ട് എഴുതിയിട്ടില്ല കേട്ടോ. ദിസ് ഇസ് സംതിങ് വിച്ച് ഐ ഹാവ് റെഡ് അബൌട്ട് ഇറ്റ് ഇൻ ബുക്സ് ആൻഡ് ഐ ആം ടെല്ലിങ് യു. കേട്ടല്ലോ? അപ്പോൾ മിനിമം ഡീവിയേഷൻ്റെ ഗ്രാഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതേമാതിരി പണ്ടുള്ളത് ഈ റിഫ്ലക്റ്റഡ് ബീംസ് ഉണ്ടല്ലോ, ആ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് ബീംസ് ബേസുമായിട്ട് പാരലലായിട്ടാണ് കണ്ടിട്ടുള്ളത് എക്സ്പെരിമെൻ്റലി ഡ്യൂറിങ് മിനിമം ഡീവിയേഷൻ. ഓക്കെ. അപ്പോൾ മിനിമം ഡീവിയേഷൻ എന്ന് പറയുന്ന സ്ഥിതിക്ക്
ഈ റിഫ്രാക്റ്റർ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മിനിമം ഡീവിയേഷനിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ മിനിമം ഡീവിയേഷൻ്റെ കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പോവാണ്. ശ്രദ്ധിച്ചോ? ഓക്കെ. അപ്പോൾ A = R1 + R2 നമ്മൾ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മിനിമം ഡിവിഷനിൽ 2 R സെയിം അല്ലേ, അപ്പോൾ ഞാൻ 2R എന്ന് എഴുതാൻ പോവാം. R1 R2, R1ൻ്റെ വാല്യൂ 6 ആണെന്ന് വിചാരിക്കുക, R2ൻ്റെ വാല്യൂ 6 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ R = A/2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ മിനിമം ഡീവിയേഷൻ, സാധാരണ ഡീവിയേഷൻ എന്താ, I + E - A എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ മിനിമം ഡീവിയേഷൻ്റെ കണ്ടീഷനാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ ഡെൽറ്റ = I + E - R1 + R2 എന്ന് എഴുതാം അല്ലേ. ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളതല്ലല്ലോ ആദ്യം ഡിറൈവ് ചെയ്തത്. ദെൻ ഐ വിൽ റൈറ്റ് ഇറ്റ് ആസ് ആംഗിൾ A. ആംഗിൾ A എന്ന് എഴുതണ്ട കേട്ടോ, A എന്ന് എഴുതിയാലും മതി, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ Aന് പകരം ഈ ഇക്വേഷൻ വെച്ചിട്ട് I = E അല്ലേ മിനിമം ഡീവിയേഷനിൽ. അപ്പോൾ മിനിമം ഡീവിയേഷൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ I can write 2I - A. റൈറ്റ്, ഇതാണ് മിനിമം ഡീവിയേഷൻ ൻ്റെ ഇക്വേഷൻ. ഒന്ന് എഴുതി വയ്ക്കുക കേട്ടോ. റൈറ്റ്, ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മിനിമം ഡീവിയേഷൻ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് A. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എനിക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടുപിടിക്കാനും പറ്റും അല്ലേ. A + ഡെൽറ്റ മീൻ മിനിമം ഡീവിയേഷൻ /2 ഇങ്ങനെയും എഴുതാം. ക്ലിയർ? റൈറ്റ്. ഇനി നമുക്ക് പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കാം. അതിന് വരെ നമുക്ക് മിനിമം ഡീവിയേഷൻ്റെ കണ്ടീഷൻ യൂസ് ചെയ്യാം. റൈറ്റ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് യുവർ മെറ്റീരിയൽ, അതായത് പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും പുറത്തിരിക്കുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എയർ ആണെന്ന് എടുക്കണ്ട കേട്ടോ. ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് എനി അതർ മീഡിയം. അത് N2 ആണ് പ്രിസത്തിൻ്റെ, N1 ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സറൗണ്ടിങ് മീഡിയം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, ഇങ്ങനെ എഴുതണം എന്നൊക്കെ പറഞ്ഞില്ലേ. ദാറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 1. ഐ വിൽ റൈറ്റ് ഇറ്റ് ആസ് sin I / sin R അല്ലേ. N1-ലായിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ sin I / sin R എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമ്മൾ കഷ്ടകാലത്തിന് കുറച്ച് നേരത്തെ നമ്മൾ I = ഒരു ആംഗിൾ കണ്ടുപിടിച്ചില്ലേ, A + ഡെൽറ്റ മിനിമം /2 എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. ഇതങ്ങോട്ട് യൂസ് ചെയ്ത് നോക്കിയേ. റൈറ്റ്, ലെറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ ഫോർ sin I. ദാറ്റ് ഈസ് = sin A + ഡെൽറ്റ മിനിമം /2 / sin R. ഇനി ആറിന് ഞാൻ എന്തെങ്കിലും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടോ, നേരത്തെ ഒരു R = എന്തെങ്കിലും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടോ നോക്കിയത്, ബാക്കിലേക്ക് പോയിട്ട് R = A/2 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും അങ്ങോട്ട് നല്ല ഐശ്വര്യമായിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. റൈറ്റ്, R1 R2 ഈക്വലായിട്ട് നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടില്ലേ, അതന്നെ. അപ്പോൾ ഇവിടെ sin R/2 എന്ന് എഴുതി വയ്ക്കുക. സോറി, A/2 R/2 A/2 എന്ന് എഴുതിക്കുക, ഞാൻ എന്തൊട്ട് പറയണം. ഓക്കെ, ഇനി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഈ പുറത്തുള്ള മീഡിയം സാധാരണഗതിയിൽ എയർ അല്ലേ ആവുക. അപ്പോൾ N1 എന്താവും, 1 ആവും അല്ലേ. ആൻഡ് പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് N2 എന്ന് പറയുന്ന വാല്യൂ N ആണെന്ന് വിചാരിക്കാം. സോ N = sin A + ഡെൽറ്റ മിനിമം /2 / sin A/2. നല്ല വൃത്തിയുള്ളൊരു ഇക്വേഷൻ കിട്ടിയത് കണ്ട. റൈറ്റ്, ക്ലിയർ? This is the refractive index of the prism when the prism is large. കേട്ടാ, ഇനിയൊരു കണ്ടീഷൻ ഉണ്ട്. പ്രിസം സാധാരണ നമ്മൾ ചെറിയൊരു കണ്ടീഷൻ കൂടി ഉണ്ട്. പ്രിസം ചിലപ്പോൾ ചെറുതായിരിക്കും അല്ലേ. തിൻ പ്രിസം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. റൈറ്റ്, അപ്പോൾ തിൻ പ്രിസം ആണെങ്കിൽ ഈ ഡെൽറ്റ മിനിമം വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ sin θ എല്ലാവിധ ആംഗിൾസൊക്കെ എന്തായിരിക്കും, ചെറുതായിരിക്കും അല്ലേ. അപ്പോൾ ഇൻ പ്ലേസ് ഓഫ് സൈൻ I can just write it as അതിൻ്റെ ആംഗിൾ. അപ്പോൾ N = സൈനിൻ്റെ ഭാഗം പോകും അല്ലേ. മുകളിൽ sin A + ഡെൽറ്റ മീൻ /2 ഇല്ലേ, അത് സൈൻ എടുത്ത് കളയാം. ബിക്കോസ് sin θ will be equivalent to θ itself, അങ്ങനെ ഒരു ആംഗിൾ ചെറുതാണെങ്കിൽ. അപ്പോൾ A + ഡെൽറ്റ മിനിമം /2 / A/2. അപ്പോൾ എനിക്ക് 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ I can write refractive index = A + ഡെൽറ്റ മിനിമം /2. divided by A. This is the refractive index of a thin prism. തിൻ പ്രിസം ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. വലിയ പ്രിസം ആണെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ചുള്ള ഇക്വേഷൻ യൂസ് ചെയ്യണം. ക്ലിയർ ആവുണ്ട? അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തെന്ന് എഴുതാം, NA = A + ഡെൽറ്റ മിനിമം എന്ന് കിട്ടും ഇല്ലേ. ക്ലിയർ ആവുണ്ടെന്ന് വെച്ചാൽ NA = A + ഡെൽറ്റ മിനിമം.
ഇതിൽ നിന്ന് എൻ്റെ ടേംസ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ an-1 ഇസ് ഈക്വൽ ടു ഡെൽറ്റ മിനിമം എന്ന് കിട്ടും അല്ലേ. ഇതാണ് ഇക്വേഷൻ ഫോർ മിനിമം ഡീവിയേഷൻ ഇൻ ദ കേസ് ഓഫ് തിൻ പ്രിസം. കേട്ടോ, ക്ലിയറായ റൈറ്റ്? ഇതൊക്കെ എഴുതി വെക്കണം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഈ ഇവിടെ വരെ ഉള്ള ഇക്വേഷൻസ് മുഴുവൻ ലാർജർ പ്രിസത്തിൻ്റെ ആയിരുന്നു. ഒരു കാര്യം പറയണ്ടായിരുന്നു, പ്രോബ്ലംസാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിന് മുമ്പ് ഞാനൊരു കാര്യം ചെയ്ത് ഓർമ്മ ഉണ്ട്. ഒരു ഇലുമിനേഷൻ സെറൽ കോണിക്കൽ ഷേപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ലേ, അത് നമ്മുടെ NCERT ബുക്കിലുണ്ട് കേട്ടോ. അതിൻ്റെ തിയറി അല്ല, പ്രോബ്ലംസ്. അതായത് നിങ്ങളുടെ NCERTൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ അങ്ങോട്ടാന്ന് തോന്നുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ബാക്ക് മീൻസ് NCERT ക്വസ്റ്റ്യൻ ആയിട്ട് അതുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നീറ്റ് ടോപ്പിക്ക് മാത്രമല്ല, അത് CBSE ഉണ്ട്. തിയറി ഇല്ല കേട്ടോ അതിൻ്റെ റിഗാർഡിങ്. അപ്പോൾ തിയറി മനസ്സിലായല്ലോ, റൈറ്റ്? അപ്പോൾ അവിടെ ഇക്വേഷൻ അവിടെ 5ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഡിറൈവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ഡിറൈവ് തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ക്ലിയർ, റൈറ്റ്? 5ാമത്തെ ക്വസ്റ്റ്യൻ 5ാമത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, സന്തോഷ വാർത്ത. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് മുഴുവൻ CBSE പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്. സന്തോഷ വാർത്ത. ഓക്കെ പോട്ടെ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച്. ഒരു ട്രാൻസ്പാരൻറ്റ് സോളിഡ് സിലിണ്ടറിക്കൽ റോഡ് ഹാസ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 5/4. It is surrounded by air. A light ray is incident at the midpoint of one end of the rod as shown in the figure. You are asked the angle I. Incident angle ആണ് ചോദിച്ചിരിക്കുന്നത്, which the light graze along the wall of the rod. നോക്കിയേ, അപ്പോൾ ഈ ഫിഗറിലേക്ക് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നോക്കിയേ, ഇത് കണ്ടോ? അപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത്? നേരെ പോയിട്ടുണ്ട് അല്ലേ, റൈറ്റ്? ഇതിന് ഞാൻ ഷോർട്ടൊരു ഇക്വേഷൻ പറഞ്ഞുതരും. അതല്ലാണ്ട് നമുക്ക് പ്രോപ്പർ വേയിൽ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഷോർട്ട് ട്രിക്ക് പറഞ്ഞാൽ ആ ട്രിക്ക് വെച്ചിട്ടായിരിക്കും നമുക്ക് നീറ്റിലൊക്കെ ചെയ്യാൻ എളുപ്പം കേട്ടോ. അപ്പോൾ നമുക്ക് ഫിഗർ ഒന്ന് നല്ല വൃത്തിയിൽ, ഞാൻ വൃത്തി എന്ന് പറയുന്നില്ല, ഒന്ന് മനസ്സിലാക്കണ രീതിയിൽ വരയ്ക്കാം. ഓക്കെ, ഇതാണ് റോഡ്. ആഹാ, കുഴപ്പമില്ലേ അല്ലേ? അതിൻ്റെ ആക്സസ് ഞാൻ വരച്ചു. ഇവിടെ ഇൻസിഡൻ്റായി. ഇപ്പോൾ ഇത് I ഇട്ടാ. എന്നിട്ട് ഇവിടെ വന്ന് പോയിൻ്റ് മീറ്റ് ചെയ്ത് ബെൻഡ് ചെയ്ത് ഗ്രേസ് ചെയ്ത് പോയി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ആംഗിളായിരിക്കും? ഓക്കെ, നോർമൽ ലൈൻ ഇങ്ങനെ പച്ച കളറിൽ വരയ്ക്കാം. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും മക്കളെ? ഗ്രേസ് ചെയ്യണമെങ്കിൽ ഈ ആൻസിഡൻ്റ് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കണം, C. സമചിനിയായ നേരെ വച്ചേ. ഈ ആംഗിൾ എന്താ? 90 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? 90 C - E, അതല്ലേ ഈ ആംഗിൾ. അപ്പോൾ ഇത് എയറാണ്. ക്ലിയറായ? നമുക്ക് എയറിൻ്റെ കേസല്ലേ പറഞ്ഞിട്ടുള്ള. ഒന്നുകൂടി ക്വസ്റ്റ്യൻ നോക്കട്ടെ കേട്ടോ. സറൗണ്ടഡ് ബൈ എയർ. അപ്പോൾ എയർ. അപ്പോൾ ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും? 1 അല്ലേ. അപ്പോൾ N എന്ന് എഴുതുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ? ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കേട്ടോ. അപ്പോൾ sin I/sin R. അല്ലെങ്കിൽ വേണ്ട ഒരു കാര്യം ചെയ്യാം, നമുക്ക് എളുപ്പത്തിന് ഞാൻ പഠിപ്പിച്ചു തന്ന കുറച്ച് എക്സ്ട്രാ സ്റ്റെപ്പാണ്. എന്നാൽ N1 sin I is equal to N2 sin R. അയ്യോ, ഈ N1ൻ്റെ അവിടെ 1 എഴുതുക, sin Iൻ്റെ അവിടെ I എഴുതുക, ഇവിടെ N2ൻ്റെ അവിടെ എന്ത് എഴുതുക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എന്തുകൊണ്ടാണ് ഇത്? ഗ്ലാസ് അല്ലേ. sin R. sin R എന്ന് പറഞ്ഞതിന് പകരം നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ തന്നെ നമ്മൾ R എന്താ ഇത് കണ്ടുപിടിച്ചിട്ടുള്ള? 90 - C. ആയോ? അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? sin I ഡിവൈഡഡ് ബൈ sin 90 - C is equal to N. അതായത് N എത്ര തന്നിട്ടുള്ള? 5/4 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നുണ്ട്. സന്തോഷമായില്ലേ? അപ്പോൾ sin I ഡിവൈഡഡ് ബൈ sin 90 - θ is cos θ. അപ്പോൾ cos C is equal to 5/4. അപ്പോൾ ദുഃഖം ഇനി എന്താ ചെയ്യാം? നമുക്ക് ക്രിട്ടിക്കൽ ആംഗിളിലെ sin C, ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ sin IC എന്നായിരിക്കും കേട്ടോ, രണ്ടും തന്നെ. sin C is equal to 1/n എന്നെടുത്ത് ഓർമ്മ ഉണ്ടോ? അപ്പോൾ എനിക്ക് എന്താ എഴുതാം? sin C 1/5/4 ഈക്വൽ ടു, അല്ലെങ്കിൽ sin C is equal to 4/5 അല്ലേ. അപ്പോൾ ഒരു ട്രയാങ്കിളൊക്കെ നല്ല നല്ല ഭംഗിയിൽ sin C ഒക്കെ ഉണ്ടാക്കി നോക്കിയേ. ഇതാണ് ട്രയാങ്കിൾ കേട്ടോ. ഹൈപ്പോട്ടന്യൂസ് ആണ് 5, ഇത് 4. അപ്പോൾ ഒബ്വിയസ്ലി ഇതെന്തായിരിക്കും? 3. കോമൺ സെൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് cos C പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക? 3/4 അല്ലേ.
അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേ. സൈൻ ഐ ഡിവൈഡഡ് ബൈ കോസ് എത്രയാണ് 3/5 ഇസ് ഈക്വൽ ടു 5/4. ഓക്കെ. അല്ലെങ്കിൽ സൈൻ ഐ ഇസ് ഈക്വൽ ടു 3/5 ഇൻറ്റു 5/4. 5 വെട്ടിക്കളഞ്ഞാൽ എനിക്ക് ഐ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3/4 നല്ല ഭംഗിയുള്ളൊരു ഉത്തരം കിട്ടും. കിട്ടിയ കണ്ട, ഇതാണ് ആൻസർ. ഓപ്ഷൻ നോക്കിയാൽ ഓപ്ഷൻ സി ഇതേ കണ്ടു. ഇനി ഇത് നമ്മൾ വട്ടം ചുറ്റി ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഒരൊറ്റ എളുപ്പ വഴി ഇക്വേഷൻ തരട്ടെ ഞാൻ. There is a relationship between incident angle, or it is said acceptance angle, right? Incident angle വേറെ പേരാണ് കേട്ടോ, acceptance angle. In the case of total internal reflection, between രണ്ട് refractive index ഉണ്ടെങ്കിൽ sin I is equal to root of n1 squared minus n2 squared. ദയവേത് CBSE ബോർഡിൽ കൊണ്ടുപോയിട്ട് എഴുതരുത്, ഇത് ട്രിക്കാണ് കേട്ടല്ലോ. അപ്പോൾ സൈൻ ഐ ഇസ് ഈക്വൽ ടു ആദ്യത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ, മീഡിയത്തിൻ്റെ ഇത് എത്രയാണ് 1 എയറിൻ്റെ. n1 n2 അങ്ങനെ തലരിച്ചാലും കുഴപ്പമൊന്നുമില്ല, റൈറ്റ്. സോ root 25/16 minus 1 you will get 3/4 കണ്ടാ. പ്ലസ് ഐ എന്തായിരിക്കും, സൈൻ ഇൻവേഴ്സ് 3/4 കണ്ടാ. നേരത്തെ നമ്മൾ ഇത്ര നേരം എടുത്തത് 2 സെക്കൻഡിനുള്ളിൽ സോൾവ് ചെയ്യാം. സോ ദിസ് ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് ആംഗിൾ ആൻഡ് 2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ്. ഓക്കെ, സന്തോഷം അല്ല തുടങ്ങുന്നു. ഈ ക്വസ്റ്റ്യൻ ദയവ് ഏത് ബോർഡ് എക്സാമിൽ എഴുതരുത് കേട്ടല്ലോ, ഒരു മാർക്ക് തരില്ല ഈവൻ ഇഫ് ഇറ്റ് ഇസ് കറക്റ്റ്. ഓക്കെ, ഞാനൊരു ഫോട്ടോ കൂടി എടുത്തിരുന്നു കേട്ടോ. അതേ കിടക്കാം, ചിടാ വലുതാക്കട്ടെ. വലുതാക്കാൻ പറ്റില്ല, അതിനെ ഇവനെ തള്ളട്ടെ. ആഹാ വലുതായില്ലേ. അപ്പോൾ നോക്കിയേ, 188ാമത്തെ ക്വസ്റ്റ്യൻ. അയ്യോടാ, ഇത് <8/900 ഡി ഓപ്ഷൻ കാണില്ലെങ്കിൽ എ ഗ്ലാസ് പ്രിസം ഓഫ് n equal to 4/3 ഈസ് അറേഞ്ച്ഡ്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ഡയഗ്രാം ഒരു ലിക്വിഡിലേക്ക് ഇറക്കിയിരിക്കണേ. റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് നോർമലി ടു ദ ഫേസ് AB ഇസ് ടോട്ടലി റിഫ്ലക്റ്റഡ് അറ്റ് ദ ഫേസ് AC. ABയിൽ വന്നിട്ട് ഇവിടെ ടോട്ടലി റിഫ്ലക്റ്റ് ആയി എന്നാണ് പറയണേ. ഓക്കെ, ആൻഡ് സൈൻ തീറ്റ എന്ന് പറയുന്നത് ആ വരച്ചിരിക്കണം ഈ ആംഗിൾ കാണില്ലെങ്കിൽ ഈ ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത് കേട്ടല്ലോ. എപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യണത് കാത്തിരുന്ന് ഇരിക്കാതെ അവനാണ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യം. ഓക്കെ, സന്തോഷമായോ? അപ്പോൾ കാണണ്ടായിരുന്നു അല്ലേ, ഇപ്പോൾ കാണണ്ട ഓപ്ഷന്, ഇപ്പോൾ കാണണ്ടായിരുന്നു അല്ലേ, റൈറ്റ്. രാത്രി ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, തെളിച്ചപ്പോൾ കുറവുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി അപ്രൂസ് അങ്ങോട്ട് വണ്ടക്ക കാര്യം വരച്ചിട്ടുണ്ട്. ഇത് ആംഗിൾ തീറ്റ. ഞാൻ AB ഒന്നും വാങ്ങിക്കാൻ പോകണ്ട കേട്ടോ. എന്തുവാടേ തൊടുമ്പോൾ ഇങ്ങനെ വരും. ഇനി ടോട്ടൽ ഇൻ്റർണൽ റിഫ്ലക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താ, ഇതിങ്ങനെ വന്നിട്ട് എല്ലാം ഇങ്ങനെ പോയിട്ടുണ്ടാവും. ആഹാ അല്ലേ, ക്ലിയർ ആവണ്ട. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടോ, ക്ലിയർ റൈറ്റ്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമുക്കൊക്കെ ഈ ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കട്ടാ. അയ്യോ 8 മാതിരി ഉണ്ടാവില്ല, തീറ്റയാണോ ഉദ്ദേശിച്ചത്? ചേട്ടാ തീറ്റ വേണ്ട, ഡെൽറ്റ എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇത് 90 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. ഈ ആംഗിൾ എന്തായിരിക്കും മക്കളെ? ഈ ആംഗിൾ അച്ചോ ഇതെന്തുവാടേ, ദേഷ്യം കണ്ടിട്ടാ. ഈ ആംഗിൾ നമുക്ക് തീറ്റയാണ് വരിക. മെഷർ ചെയ്ത് നോക്ക്, റൈറ്റ്. ട്രൈ ടു ഡു ഇറ്റ്, യു വിൽ ഗെറ്റ് ദാറ്റ് ആംഗിൾ ആസ് തീറ്റ ഇറ്റ്സെൽഫ്, റൈറ്റ്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസും എന്താ തീറ്റയാണ് വരുന്നത്, റൈറ്റ്. സോ ഫോർ ടോട്ടൽ ഇൻ്റർണൽ റിഫ്ലക്ഷൻ സൈൻ തീറ്റ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സൈൻ C അല്ലേ. അപ്പോൾ സൈൻ C എന്താണ്, 1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എന്താ അത്, നമുക്ക് ലെസ്സർ വാല്യൂ അല്ലേ. ലെസ്സർ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് അല്ലേ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഇസ് 4/3, right. Refractive index of glass is 3/2.
റൈറ്റ് 1.5. അപ്പോൾ നിങ്ങൾക്ക് 8/9 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ തീറ്റേൻ്റെ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സൈൻ ഇൻവേഴ്സ് 8/9. സിമ്പിളാണല്ലേ, ക്വസ്റ്റ്യൻ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദ ആംഗിൾ ഈസ് തീറ്റ. ക്ലിയർ ആയാ? റൈറ്റ്. അത് ഇത് രണ്ടാമത് ഫിഗർ വരച്ചത് എനിക്കൊന്നും മനസ്സിൽ തോന്നുന്നത് നിങ്ങൾക്കത് ഡൗട്ട് ഉണ്ടാവുന്നു. ഈ ആംഗിൾ തീറ്റ ഇത് തീറ്റ കളിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇനി എങ്ങനെയാണെന്ന് നോക്കിയേ. അത് ഇവിടെ തന്നെ പോട്ടെ. ഈ ക്വസ്റ്റ്യനൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഈ ആംഗിൾ തീറ്റ എന്താണെന്നുള്ള ഡൗട്ട് സാധാരണഗതിയിൽ പിള്ളേർക്ക് വരാറുണ്ട്. നോക്കി, ഈ ആംഗിൾ 90 ആയിരിക്കില്ല, നോർമലല്ലേ. ഈ ആംഗിൾ 90. അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ മാതിരിയല്ലേ ഇത്, അല്ലേ? അപ്പോൾ ഇവിടെ തീറ്റ, അപ്പോൾ ഇത് എന്തായിരിക്കും? 90 മൈനസ് തീറ്റ. അത്രയും കുഴപ്പമില്ലല്ലോ. ഇനി ഈ കുഞ്ഞ് ട്രയാങ്കിൾ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ വരച്ചിരിക്കും നോക്കട്ടോ. ഇതിങ്ങനെ, ഇത് നോർമൽ, ഇത് ഈ ഡോട്ടാണ് കേട്ടത് കേട്ടോ. അപ്പോൾ ഇത് 90 മൈനസ് തീറ്റ അല്ലേ. ഇതും തീറ്റ ആണല്ലോ, സോറി ഇത് 90 ആണല്ലോ. ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇത് ആംഗിൾ തീറ്റ അല്ലേ. അങ്ങനെയാണ് ആംഗിൾ തീറ്റ വന്നിട്ടാ. കുട്ടികൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഇത് എടുത്തു എന്നുള്ളതൊക്കെ. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും തിൻ പ്രിസത്തിൻ്റെ ഡീവിയേഷൻ എഴുതാൻ പറ്റണം അല്ലേ. ദാറ്റ് ഈസ് n1 minus 1, that is for the first prism, into its area A, plus n2 minus 1, its refractive index minus 1, into its area, let's say it is A dash, is equal to 0. റൈറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് A dash ഞാൻ എടുക്കുകയാണെങ്കിൽ that is equal to minus n1 minus 1 ഡിവൈഡഡ് ബൈ അതിൻ്റെ കൂടെ A ഉണ്ട് അല്ലേ, n2 minus 1 അല്ലേ. അപ്പോൾ ഇനി വാല്യൂസ് വന്നിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂസൊക്കെ എഴുതിയ 1.5 minus 1, നെക്സ്റ്റ് അതിൻ്റെ 1.7 minus 1 ഇൻറ്റു A എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുള്ള 4 ഡിഗ്രി. അപ്പോൾ അതങ്ങോട്ട് എഴുതാം. റൈറ്റ്. യു വിൽ ഗെറ്റ് ദ ന്യൂ ഓർ ദ സെക്കൻഡ് പ്രിസംസ് ആംഗിൾ ആസ് 3 degree. ക്ലിയർ ആയാ? റൈറ്റ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ തൊട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ. A ray of light passing through a prism of refractive angle 60 degree, right, has to deviate by at least 30 degree. അപ്പോൾ deviation angle 30 ഡിഗ്രി തന്നുണ്ട്. Then the refractive index of the prism is. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വേറെ കണ്ടീഷൻസ് ഒന്നും തന്നിട്ടില്ലല്ലോ. അപ്പോൾ തിൻ പ്രിസം എന്ന് പ്രത്യേകിച്ച് പറയാത്ത സ്ഥിതിക്ക് ഇറ്റ് ഈസ് എ നോർമൽ പ്രിസം. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ പ്രിസം ഈസ് ഈക്വൽ ടു സൈൻ A plus del by 2, right, divided by sin A by 2 അല്ലേ. സോ എന്താന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് പ്രിസം 60 ഡിഗ്രി അല്ലേ. 60 ഡിഗ്രി പ്ലസ് മിനിമം ഡീവിയേഷൻ എത്ര നടക്കുന്നുണ്ട്? 2 ഡിവൈഡഡ് ബൈ സൈൻ 60/2. നിങ്ങൾക്ക് ആൻസർ √2 എന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇനി ഇത് ഒന്ന് ചെറുതാക്കട്ടെ ഞാൻ എവിടെ വേറെ തന്നെ. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 158 എഴുതിയിരിക്കുന്നത് a ray of light is incident making an angle 30 degree with face AB of the prism. The emergent ray is perpendicular to the second face AC of the prism. The angle of deviation will be. ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിക്കാട്ടോ, വായിച്ചിട്ട് മാത്രം മനസ്സിലാക്കുക. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു പ്രിസം ഇങ്ങനെയാണ് A B C. ഇതിൻ്റെ നോർമൽ ഇങ്ങനെ വരച്ചു വെച്ചാൽ ഇതിൽ 30 ഡിഗ്രി ആയിട്ട് ആംഗിൾ ഇൻസിഡൻസ് ആയി. റൈറ്റ്. അങ്ങനെയല്ല പറഞ്ഞാൽ നോക്കിയാൽ ഒന്നുകൂടി. ഇൻസിഡൻറ്റ് മേക്കിംഗ് ആംഗിൾ 30 ഡിഗ്രി വിത്ത് ഫേസ് AB. ദ ഇമർജൻറ്റ് റേ ഇസ് പെർപെൻഡിക്കുലർ ടു ദ സെക്കൻഡ് വേ. അപ്പോൾ ഇമർജൻറ്റ് റേ എങ്ങനെ പുറത്തേക്ക് വരുന്നത് പെർപെൻഡിക്കുലർ ആവണം. എങ്ങനെ വരിക? സോറി യേശോ, ഇതൊന്ന് ബെൻഡ് ചെയ്ത് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആവുക. അത് പെർപെൻഡിക്കുലർ എങ്ങനെ വേണ്ട ഒന്ന് സെക്കൻഡ് കറക്റ്റ് ഫിഗർ വരാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി കഷ്ടപ്പാടുണ്ട്. ലെറ്റ്സ് സേ ഇങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പം ഇങ്ങനെ ബെൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ. റബ്ബർ കൊണ്ട് ദീപം വാങ്ങിച്ചു കളയാം. റൈറ്റ്. ഇങ്ങനെ വരുന്നുണ്ടെന്നാണ് പറയണത്. കേട്ടോ, സോറി ചേട്ടാ, എന്തൊരു കഷ്ടം നോക്കിയാൽ. ഓക്കെ. അപ്പോൾ രണ്ടാമത് പ്രിസം വരയ്ക്കുക. സോറി കേട്ടോ, ഇത് എൻ്റെ മിസ്റ്റേക്കാണ്.
റൈറ്റ്. ഇങ്ങനെ കഷ്ടപ്പെട്ട് അതിന് പെർപെൻഡിക്കുലർ അതിനിപ്പോൾ പെർപെൻഡിക്കുലർ എന്താണെന്നൊക്കെ മനസ്സിലായില്ലേ, അത് ഉദ്ദേശിക്കുന്നത് പെർപെൻഡിക്കുലർ ആണ് കേട്ടോ. പോട്ടെ. അപ്പോൾ ഈ ആംഗിളാണ് 30 ഡിഗ്രി അല്ലേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ 30 ഡിഗ്രി അല്ലേ. നോർമൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ഇതിങ്ങനെ ഇരിക്കും അല്ലേ. സോ ദിസ് ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര, 60 ഡിഗ്രി എന്നാണ്. റൈറ്റ്, ക്ലിയർ. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കിട്ടിയിട്ടുണ്ടല്ലോ 60 ഡിഗ്രിന്ന്. ഇനി ഇമർജൻറ്റ് പെർപെൻഡിക്കുലർ ആയിട്ടുണ്ടെങ്കിൽ നോർമലുമായിട്ട് ഇമർജൻറ്റ് റേ എന്താ ഉണ്ടാക്കുക, 0 ഡിഗ്രി. അപ്പോൾ ഇമർജൻറ്റ് ആംഗിൾ 0. അതേമാതിരി ആംഗിൾ ഓഫ് പ്രിസം എത്രയാണ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്, 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഇനി ഒന്നുമില്ലല്ലോ, ഇതിപ്പോൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ I പ്ലസ് E ഈക്വൽ ടു A പ്ലസ് ഡീവിയേഷൻ. എല്ലാം വാല്യൂസ് തന്നിട്ടുണ്ട്. ഡീവിയേഷൻ കണ്ടുപിടിക്കുക. ഡീവിയേഷൻ നിങ്ങൾക്ക് 30 ഡിഗ്രിയാണെന്ന് കിട്ടിയിട്ടുണ്ടാവും. ക്ലിയർ.